പാലക്കാട്ടെ തെരഞ്ഞെടുപ്പ് കൊട്ടിക്കലാശ ദിവസം പ്രധാന ചർച്ചാ വിഷയം മുസ്ലിം ലീഗിന്റെ വർഗീയതയാണ്. UDFന്റെയും LDFന്റെയും വർഗീയ പ്രീണനത്തെക്കുറിച്ചുള്ള BJPയുടെ ആരോപണമാണ്. പാണക്കാട് തങ്ങൾക്കെതിരായ രാഷ്ട്രീയ വിമർശനം മുഖ്യമന്ത്രി നടത്തുന്നത് BJPയെ പ്രീണിപ്പിക്കാനാണെന്നാണ് VD സതീശന്റെ ആരോപണം. അവസാന നാളിലെ ഈ ആരോപണ പ്രത്യാരോപണങ്ങളുടെ യഥാർത്ഥ ലക്ഷ്യമെന്താണ്? സ്വാഗതം സ്പെഷ്യൽ എഡിഷനിലേക്ക്. നമ്മളൊപ്പം അതിഥികളായി കോൺഗ്രസ് വക്താവ് OK ഫാറൂഖ്, CPM വക്താവ് M പ്രകാശൻ മാസ്റ്റർ, മാധ്യമപ്രവർത്തകൻ ആനന്ദ് കൊച്ചുകുടി എന്നിവർ. ആദ്യം OK ഫാറൂഖിലേക്ക്. ഫാറൂഖ്, ഈ പിണറായി വിജയൻ പാലക്കാട്ട് നടത്തിയ സാദിഖ് അലി ശിഹാബ് തങ്ങൾക്കെതിരായ വിമർശനം അതൊരു രാഷ്ട്രീയ വിമർശനമാണ്. അത് BJPയെ പ്രീണിപ്പിക്കാനാണെന്നാണ് VD സതീശൻ്റെ ആരോപണം. എന്തുകൊണ്ടാണ് അങ്ങനെ വ്യാഖ്യാനിക്കുന്നത്? അതെ, തീർച്ചയായും പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ ഇവിടെ വർഗീയതയും മതേതരത്വവും തമ്മിലുള്ളൊരു പോരാട്ടമാണ് നടക്കുന്നത് എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. സ്വാഭാവികമായും ഇടതുപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം, CPMനെ സംബന്ധിച്ചിടത്തോളം ഈ പാലക്കാട് തെരഞ്ഞെടുപ്പിൽ ഒരു റോളുമില്ല. ആ റോളില്ലാത്ത CPMന് ഇവിടെ BJP ജയിച്ചാൽ കുഴപ്പമില്ല എന്നതാണ് അവരുടെ ഇപ്പോഴത്തെ സാഹചര്യങ്ങൾ നമുക്ക് കാണാൻ കഴിയുന്നത്. ഇപ്പോൾ ശ്രീ പിണറായി വിജയൻ മുഖ്യമന്ത്രി തന്നെ മുസ്ലിം ലീഗിൻ്റെ പ്രത്യേകിച്ച് പാണക്കാട് കുടുംബം എന്ന് പറയുമ്പോൾ നമുക്കറിയാം, ഈ നാട്ടിൽ ഏത് കാലത്തും കേരളത്തിലും ഇന്ത്യയിലും വർഗീയതക്കെതിരെ പോരാടിയ ബാബരി മസ്ജിദിൻ്റെ സമയത്തൊക്കെ നമുക്കറിയാം, ഈ കേരളത്തിൽ ഒരു തരത്തിലും ഒരു ധ്രുവീകരണം നടക്കരുതെന്ന് ആഗ്രഹിച്ചുകൊണ്ട് ഈ നമ്മുടെ മണ്ണിൽ ശാന്തിയും സമാധാനവും മതേതരത്വത്തിനും വേണ്ടി നിന്ന ഏറ്റവും വലിയൊരു കുടുംബമാണ്. അപ്പോൾ അവസാന ഘട്ടത്തിൽ ബഹുമാനനായ കേരളത്തിൻ്റെ പ്രതിപക്ഷ നേതാവ് പറഞ്ഞത് തന്നെയാണ്, വ്യക്തമായി അദ്ദേഹം പറഞ്ഞത്, ഇത് BJPക്ക് ഗുണം ചെയ്യാൻ വേണ്ടി മാത്രമാണ് പിണറായി വിജയനും ഇടതുപക്ഷം ഇവിടെ കളിക്കുന്നത്. ഞാൻ ഒരു കാര്യം പറയുന്നു, പാലക്കാടിന്റെ മണ്ണ് BJP ജയിച്ചാൽ കുഴപ്പമില്ല എന്ന രീതിയിൽ അവർ പോകുകയാണ്. സംസ്ഥാന അധ്യക്ഷൻ ഒരു രാഷ്ട്രീയ നേതാവാണ്. രാഷ്ട്രീയ നേതാവിനെതിരെ രാഷ്ട്രീയമായ വിമർശനം ഉന്നയിക്കുന്നത് എങ്ങനെയാണ് BJPയെ പിന്തുണയ്ക്കുന്നതാവുന്നത്? ഞാൻ പറഞ്ഞത് രാഷ്ട്രീയ, അതെ ഞാൻ പറയുന്നത് കേൾക്കൂ, ഈ രാഷ്ട്രീയമായി പാണക്കാട് തങ്ങളും കേൾക്കാൻ തയ്യാറാകണം എന്നുള്ളതാണ് നിങ്ങൾ പറയുന്നത്. പക്ഷെ എന്താണ് ഇവിടെ പറഞ്ഞത്? ഇവിടെ എന്ത് രാഷ്ട്രീയമാണ് പിണറായി വിജയൻ പറഞ്ഞത്? അതൊന്ന് പറയട്ടെ. അപ്പൊ കേവലം തെരഞ്ഞെടുപ്പിന്റെ ഒരു ദിവസം മുമ്പ് വന്ന് ജമാഅത്തെ ഇസ്ലാമിയുടെ അനുയായിയെ പോലെ പെരുമാറുന്നവരാണ് ഇപ്പോഴത്തെ ലീഗിന്റെ അധ്യക്ഷൻ എന്നാണ് പിണറായി വിജയൻ പറഞ്ഞത്. അദ്ദേഹത്തിന്റെ വാക്കുകൾ അങ്ങനെയാണ്. മുമ്പുള്ള പാണക്കാട് തങ്ങന്മാർ അങ്ങനെ ആയിരുന്നില്ല, അവരെ കുറെ കൂടി ബഹുമാനിതരായിരുന്നു എന്നും പറയുന്നു. പാണക്കാട് കുടുംബം എന്ന് പറയും, അല്ല, ഇപ്പോഴും ഒരു ബഹുമാനത്തിനൊരു കുറവുമില്ല. പാണക്കാട് കുടുംബം എന്ന് പറയുന്നത് ഇപ്പോഴും ബഹുമാനത്തിനൊരു കുറവുമില്ലാത്ത കുടുംബമാണ്. പ്രത്യേകിച്ച് ഒരു മതേതരത്വത്തിൽ വിശ്വസിച്ചുകൊണ്ട് അതിൽ വർഗീയമായ ഒരു ചിന്തയുമില്ലാതെ ഈ നാട്ടിൽ നിന്നും സമാധാനം ആഗ്രഹിക്കുന്ന പാണക്കാട് കുടുംബത്തെ എന്തിനാണ് ഇത്തരം ഒരു പരാമർശം പിണറായി വിജയൻ നടത്തിയത് എന്നുള്ളത് ശ്രീ പ്രതിപക്ഷ നേതാവ് പറഞ്ഞത് തന്നെ ശരി. ഇവിടെ ഒരു റോളില്ല. ഞാൻ ഒന്നുകൂടി പറയുകയാണെങ്കിൽ, ഗാലറിയിലിരുന്ന് കപ്പലണ്ടി തിന്ന് കളി കാണുന്ന റോള് മാത്രമാണ് CPMനുള്ളത്. ഞാൻ ഗ്രൗണ്ടാണ് പറയുന്നത്. ഞാൻ പാലക്കാട്ടുകാരനാ, ഞാൻ ഗ്രൗണ്ട് പറയാണ്. ഇടതുപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം അവർക്ക് പറയാനൊന്നുമില്ല. ഇടതുപക്ഷ സർക്കാർ, പരാജയപ്പെട്ട സർക്കാർ, ജനദ്രോഹം മാത്രമുള്ള സർക്കാർ, കേരളത്തിലെ മുഴുവൻ ജനങ്ങൾക്ക് വേണ്ടിയും പാലക്കാട്ടെ ജനങ്ങൾ വിധി എഴുതാൻ പോവാണ്. ഈ സർക്കാരിനെതിരെയുള്ള ഒരു പ്രതികരണം, ഒരു പ്രതിഷേധമായി ഈ തെരഞ്ഞെടുപ്പ് മാറാൻ പോകുന്നതെന്ന് കണ്ട് ഇവിടെ UDF ജയിക്കരുത്, UDF ജയിച്ചിട്ടില്ലെങ്കിലും UDF ജയിക്കരുത്, BJP ജയിച്ചാലും കുഴപ്പമില്ല എന്ന ഇത്തരം രാഷ്ട്രീയം ഈ CPMനെ സംബന്ധിച്ചിടത്തോളം ഒരു അപജയമാണ് അവർക്കുണ്ടാകാൻ പോകുന്നത് എന്നുള്ളതാണ് പിണറായി വിജയന്റെ. ബാക്കി എന്തെല്ലാം കാര്യം പറയാനുണ്ട്. നവീൻ ബാബുവിന് വേണ്ടി ഒരു പ്രണാമം അർപ്പിക്കാൻ കേരളത്തിന്റെ മുഖ്യമന്ത്രി തയ്യാറായോ? ശരി, കേരളത്തിന്റെ ഇവിടെ എന്തെല്ലാം പെൻഷന്റെ വിഷയം യോഗത്തിൽ യോഗത്തിൽ പ്രസംഗിച്ചല്ലോ. ഇവിടെ പെൻഷൻ കിട്ടിയില്ല. എന്തിനാണ് പാണക്കാട് തങ്ങളെ പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾ ജമാഅത്തെ ഇസ്ലാമിയുടെ അനുയായിയാണ് എന്നാണ് പറയുന്നത്. ഈ മുസ്ലിം ലീഗ് ജമാഅത്തെ ഇസ്ലാമി കൂട്ടുകെട്ടിനെ കുറിച്ച് നിരന്തരം കഴിഞ്ഞ 2021 മുതൽ തന്നെ CPM പറയുന്നുണ്ട്. ഇതിനിടയ്ക്ക് ലീഗിനെ കുറച്ച് മയപ്പെടുത്തി പുകഴ്ത്തുകയും ചെയ്തിട്ടുണ്ട് ഈ കാലഘട്ടത്തിൽ. ഇന്നലെ മുഖ്യമന്ത്രി അദ്ദേഹത്തെ വിമർശിക്കുമ്പോൾ ഇന്ന് അദ്ദേഹം ഈ സാദിഖ് അലി ശിഹാബ് തങ്ങൾ ചെയ്യുന്നത് എന്താണ്? മുനമ്പത്തെ പ്രശ്നപരിഹാരത്തിന് വേണ്ടി അവിടുത്തെ ലത്തീൻ സഭ നേതൃത്വവുമായി ചർച്ച ചെയ്യുകയാണ്. ആ പ്രശ്നം രമ്യമായി പരിഹരിക്കാൻ വേണ്ടിയുള്ള ചർച്ചയിൽ ഏർപ്പെടുകയാണ്. അത്തരം ഒരു രാഷ്ട്രീയ നേതാവിനെ കുറിച്ചാണ്
ഈ മുഖ്യമന്ത്രി വിമർശനം ഉന്നയിക്കുന്നത് പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലത്തിൽ. അതിന്റെ ഉദ്ദേശം എന്താണ്? ഹലോ പ്രകാശ് മാസ്റ്റർ കേൾക്കാം, പറഞ്ഞോളൂ. ഹലോ കേൾക്കാം, പറഞ്ഞോളൂ. ഇവിടെ ഈ രാഷ്ട്രീയ പാർട്ടി നേതാക്കന്മാരെ കുടുംബമായി ബന്ധപ്പെടുത്തി കൈകാര്യം ചെയ്യുന്ന ഒരു രീതി അവരെത്രമാത്രം പാപ്പരായിരിക്കുന്നു എന്നുള്ളതിൻ്റെ ഏറ്റവും പ്രകടമായ ദൃഷ്ടാന്തമാണ്. ഇപ്പോൾ ലീഗിനെ സംബന്ധിച്ച് നേരത്തെയുള്ള ഒരു നിലയാണോ ലീഗിന് ഈ സമീപകാലത്തായിട്ടുള്ളത്? നേരത്തെ മുസ്ലിങ്ങൾക്കിടയിൽ ഉയർന്നു വന്നിരിക്കുന്ന തീവ്രവാദ നിലപാടുകളെ ശക്തമായ നിലക്ക് എതിർക്കുന്നതിന് വേണ്ടി ഇവിടെ മുഹമ്മദ് കോയി ഉൾപ്പെടെയുള്ള നേതാക്കന്മാർ മുന്നോട്ടേക്ക് വന്നിട്ടുണ്ട്. പക്ഷെ അതാണോ ഈ കേരളത്തിലെ ലീഗ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യം? ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ കാണാൻ വേണ്ടി കഴിയുന്ന ചിത്രം എന്താ? ജമാഅത്തെ ഇസ്ലാമിയെയും SDPI-യെയും എല്ലാ തീവ്ര വർഗീയ ശക്തികൾ ഉൾപ്പെടെയുള്ള ശക്തികളെല്ലാം കൂട്ടിയോജിപ്പിക്കുന്നതിനുള്ള പ്രധാനപ്പെട്ട കേന്ദ്രമായിരുന്നല്ലോ ലീഗ്. പണി ചെയ്തു തുടങ്ങിയത്. പ്രകാശ് മാസ്റ്റർ ഒരു കാര്യം ചോദിക്കട്ടെ, ഈ ജമാഅത്തെ ഇസ്ലാമിയും SDPI-യുമായി മുസ്ലിം ലീഗ് കൂടി തുടങ്ങുന്നത് എപ്പോൾ മുതലാണ്? സാദിഖ് അലി തങ്ങൾ അതിന്റെ അധ്യക്ഷനായതിനു ശേഷമാണോ? അല്ല, നിങ്ങൾ ഈ കഴിഞ്ഞ സന്ദർഭത്തിൽ ഒന്നും ഉണ്ടായിട്ടില്ലാത്തൊരു നിലപാട് ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് വളരെ പ്രകടമായിട്ട് വന്നു. ഇവിടെ എല്ലാ അസംബ്ലി തെരഞ്ഞെടുപ്പിലാണോ നിലപാടല്ലേ ലീഗ് സ്വീകരിച്ചത്? ഈ കഴിഞ്ഞ അസംബ്ലി തെരഞ്ഞെടുപ്പിലാണോ? 2021 അസംബ്ലി തെരഞ്ഞെടുപ്പിന് ശേഷമാണോ ലീഗിന് മാറ്റം ഉണ്ടായത്? അല്ല, കഴിഞ്ഞ ഇപ്പൊ ലീഗിനെ സംബന്ധിച്ച് ഞങ്ങൾക്കൊരു വ്യക്തമായ ധാരണയുണ്ട്. അത് കേരളത്തിലെ മുസ്ലിങ്ങളുടെ പാർട്ടിയാണ് എന്ന് പറയുമ്പോഴും യഥാർത്ഥത്തിൽ മുസ്ലിം താല്പര്യങ്ങളെ അല്ല അവർ പ്രതിനിധാനം ചെയ്യുന്നത്, മുസ്ലിങ്ങൾക്കിടയിലുള്ള സമ്പന്നന്മാരുടെ താല്പര്യങ്ങളെയാണ് എന്നുള്ളത് ഞങ്ങൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അപ്പോഴെല്ലാം ലീഗ് സ്വീകരിച്ചു വന്നൊരു നിലപാടുണ്ട്. മുസ്ലിങ്ങൾക്കിടയിൽ ന്യൂനപക്ഷങ്ങൾക്കിടയിൽ ഉണ്ടാവുന്ന വർഗീയ പ്രവണതകളെ, പ്രത്യേകിച്ച് തീവ്രവാദ പ്രവണതകളെ, അതിനെ എതിർക്കാൻ മുന്നോട്ടേക്ക് വന്നൊരു പാരമ്പര്യം ലീഗിനുണ്ടായിരുന്നു. എന്നാൽ നമുക്ക് കഴിഞ്ഞ 3-4 കൊല്ലക്കാലമായിട്ട് കാണാൻ വേണ്ടി കഴിയുന്ന കാര്യം എന്താ? അതായത് അങ്ങ് പറയുന്ന 4 വർഷം 2020 മുതൽ ലീഗിന് വ്യതിയാനമുണ്ടെന്നാണ് പ്രകാശ് മാസ്റ്റർ പറഞ്ഞത്. 2020 മുതൽ വ്യതിയാനമുണ്ട് എന്നല്ലേ അങ്ങ് പറയുന്നത്? അതെ, ഈ തെരഞ്ഞെടുപ്പ് വളരെ പ്രകടമായിരുന്നു. ഇപ്പോ നിങ്ങൾ 2020 മുതൽ ഈ SDPI-യും ജമാഅത്തെ ഇസ്ലാമിയുമായി കൂട്ടുകൂടുന്ന അല്ലെങ്കിൽ ജമാഅത്തിന്റെ ആദർശത്തിന് വഴിപ്പെട്ടു പോകുന്ന മുസ്ലിം ലീഗിനെ കുറിച്ച് 2022 CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ മാസ്റ്റർ പറയുന്നത് എന്താണ്? മുസ്ലിം ലീഗ് ഒരു വർഗീയ പ്രസ്ഥാനമാണെന്ന് ഞങ്ങൾ കരുതുന്നില്ല, ഞങ്ങൾക്ക് അങ്ങനെ ഒരു നിലപാടില്ല, 67 ഞങ്ങളോടൊപ്പം ഭരിച്ചവരാണവർ എന്നൊക്കെ പറഞ്ഞ് ലീഗിനെ പുകഴ്ത്തുകയും ലീഗുമായി നിരന്തരം സമ്പർക്കം ആഗ്രഹിക്കുകയും ലീഗ് നേതാക്കളെ സമരവേദികളിലേക്കും സെമിനാറുകളിലേക്കും ക്ഷണിക്കുകയും ചെയ്ത് നിങ്ങളാണ്. ഈ സെമിനാറുകളിലേക്ക് ഞങ്ങൾ കോൺഗ്രസിനെയും BJP-ക്കാരെയും ക്ഷണിക്കാറുണ്ട്. അതൊന്നും രാഷ്ട്രീയ സഖ്യത്തിന്റെ ഭാഗമല്ല. അതല്ല, ലീഗ് ഒരു വർഗീയ പാർട്ടിയാണെന്ന അഭിപ്രായം CPM-ൽ ഇല്ല എന്ന് പറഞ്ഞത് ഇപ്പോഴത്തെ സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ മാസ്റ്ററാണ് 2022. അപ്പോ ആ സമയത്ത് മാത്രം ഈ ലീഗ് വർഗീയ പാർട്ടി അല്ലാതായി മാറി, അവർക്ക് ഈ SDPI ജമാഅത്ത് ബന്ധമില്ലാതായി മാറി. ഞങ്ങളെ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, ലീഗ് ഒരു മുരത്ത വർഗീയ പാർട്ടിയാണ് എന്ന് ഞങ്ങൾ നേരത്തെയും കണ്ടിട്ടില്ല, ഇപ്പോഴും കാണുന്നില്ല. പക്ഷെ ലീഗ് സമീപകാലത്തായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്താ? വർഗീയത ഉപയോഗിച്ചുകൊണ്ട് വോട്ട് ബാങ്ക് ഉണ്ടാക്കുകയാണ്. അത് ലീഗിനെ പോലുള്ള പാർട്ടിക്ക് സ്വീകാര്യമായിട്ടൊരു മാർഗമാണോ? അത് എത്ര നാളായിട്ടാണെന്ന് ചോദിക്കുന്നത്. എപ്പോഴാണ് ലീഗിൽ അത്തരം വ്യതിയാനമുള്ളതായിട്ട് നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടത് എപ്പോഴാണെന്ന് എന്റെ ചോദ്യം. അങ്ങ് ആദ്യം പറഞ്ഞത് 4 വർഷമായിട്ടുണ്ടെന്ന്. 4 വർഷമായിട്ട് അങ്ങനെയുള്ള ലീഗിനെ കുറിച്ചാണ് 2022 ഗോവിന്ദൻ മാസ്റ്റർ ഇത് പറഞ്ഞത്. ഇനി അതല്ല, 2022 ശേഷമാണോ ലീഗിന് വ്യതിയാനം ഉണ്ടായത്? ഞങ്ങൾ ലീഗിന്റെ ഒരു വിഭാഗമായിട്ടുള്ള അഖിലേന്ത്യാ ലീഗുമായിട്ട് ധാരണയുണ്ടാക്കിയിട്ടുള്ള ഒരു മുന്നണിയാണ് എന്നുള്ള കാര്യം നിങ്ങൾ വിസ്മരിക്കുന്നില്ലല്ലോ. ഞങ്ങൾ അതിനുശേഷം സ്വീകരിക്കപ്പെട്ടിരിക്കുന്ന ഇത്തരം വിഷയങ്ങളെ നിലപാടുകൾ വെച്ചുകൊണ്ടാണ് ഞങ്ങളെ ബന്ധം അവസാനിപ്പിച്ചത്. ഇവിടെ സമീപകാലത്ത് കാണാൻ വേണ്ടി കഴിയുന്നൊരു കാര്യം എന്താ? ലീഗ് കേവലമായിട്ട് മുസ്ലിം പാർട്ടിയാണ് അധപതിക്കുന്നു. അവരെല്ലാ വിഷയങ്ങളെയും മുസ്ലിങ്ങൾ എങ്ങനെ ബാധിക്കുമെന്നുള്ളതിലേക്കാണ് കാര്യങ്ങളെ സമീപിക്കുന്നത്. അത് ഒരു കാരണവശാലും മുസ്ലിം ലീഗ് നേരത്തെ സ്വീകരിച്ച നിലപാടിൽ നിന്ന് അതിനൊരു ഉദാഹരണം പറയാമോ പ്രകാശ് മാസ്റ്റർ? ആർക്കാ പറയാൻ വേണ്ടി കഴിയുക? അതായത് ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയ പ്രശ്നങ്ങളെ, ജനകീയ പ്രശ്നങ്ങളെ വർഗീയ പ്രശ്നമായി ലീഗ് അവതരിപ്പിക്കുകയോ കാണുകയോ ചെയ്യുന്നതിന് ഒരു ഉദാഹരണം പറയാമോ? ഞാൻ മുനമ്പത്തിന്റെ ഒരു ഉദാഹരണം പറഞ്ഞു. മുനമ്പം വിഷയത്തിൽ ഇന്ന് സാദിഖ് അലി തങ്ങൾ ചെയ്തൊരു കാര്യത്തെക്കുറിച്ചാണ് സൂചിപ്പിച്ചത്. അതല്ലാത്ത അങ്ങേക്ക് ആക്ഷേപമുള്ള ഒരു കാര്യം പറയാമോ? ഞാൻ പറയാം. വിദ്യാഭ്യാസ രംഗത്ത് കൊണ്ടുവരാൻ തീരുമാനിച്ച പരിഷ്കാരം, ആ പരിഷ്കാരങ്ങൾ എങ്ങനെയാ ലീഗ് സമീപിച്ചത്?
അത് ന്യൂനപക്ഷങ്ങൾക്കെതിരായിട്ട് നിലപാടെന്ന് വ്യാഖ്യാനിക്കാൻ വേണ്ടിയല്ലേ ശ്രമം നടത്തിയത്? മതത്തിനെതിരായ ശ്രമമല്ലേ നടത്തിയിരിക്കുന്നത്? ന്യൂനപക്ഷങ്ങൾക്കെതിരായിട്ടാണ് ആ നയമെങ്കിൽ അവർക്ക് അങ്ങനെ തോന്നിയാൽ അത് ചൂണ്ടിക്കാട്ടണ്ട, അത് മിണ്ടരുതെന്നാണോ? അതിന് ന്യൂനപക്ഷ ഭൂരിപക്ഷത്തിന്റെ പ്രശ്നമില്ലല്ലോ. അത് അങ്ങനെ പറഞ്ഞാൽ പോരെ? അതിനവർ വർഗീയമായിട്ട് വ്യാഖ്യാനിക്കുകയാണെന്ന് എന്തിനാണ് നിങ്ങൾ ആക്ഷേപിക്കുന്നത്? ഞങ്ങൾ വിദ്യാഭ്യാസ രംഗത്ത് ഒരു നവീനമായ മുസ്ലിം ലീഗ് എന്ന് പറയുന്നത് ഒരു ന്യൂനപക്ഷ പാർട്ടി തന്നെയാണ്. അത് അവർ സമ്മതിക്കുന്ന കാര്യമാണ്. അപ്പോൾ ന്യൂനപക്ഷങ്ങൾക്കെതിരായിട്ടുള്ള ഒരു പ്രശ്നത്തെ അവർ കാണുകയാണ് ഇത് ഞങ്ങൾക്ക് പ്രശ്നമാണ് എന്ന് കണ്ടാൽ അത് ചൂണ്ടിക്കാട്ടാൻ പാടില്ല. അവർ മിണ്ടാനേ പറ്റില്ല. അങ്ങനെയാണെങ്കിൽ ഒരു കാര്യത്തെക്കുറിച്ച് അവർക്ക് മിണ്ടാൻ കഴിയില്ല. അങ്ങനെയല്ല, നിങ്ങൾ ഒരു പ്രശ്നത്തെയും കേരളത്തിൽ ഉയർന്നു വന്നിരിക്കുന്ന ഒരു പ്രശ്നത്തെയും സമീപകാലത്തായിട്ട് മുസ്ലിം എന്നുള്ള നിലക്കല്ലാതെ ലീഗ് പരിശോധിക്കുന്നില്ല. ഇത് മുനമ്പം വിഷയത്തെ അവർ പരിശോധിക്കുന്ന അങ്ങനെയാണോ പ്രകാശം മാസ്റ്റർ? ഏതൊരു കാര്യം മുനമ്പം വിഷയം പരിഹരിക്കേണ്ട സർക്കാർ ഇതുവരെ ഒരു സർവകക്ഷി യോഗം വിളിച്ചത് ചർച്ച ചെയ്യാതിരിക്കുമ്പോൾ മുസ്ലിം ലീഗിന്റെ അധ്യക്ഷൻ അവിടെ പോയി ലത്തീൻ സഭാ നേതാക്കളുമായി കാണുകയും ലീഗ് തന്നെ ആ സമരത്തിന്റെ ഭാഗമായിക്കൊണ്ട് നിൽക്കുകയാണ് ചെയ്യുന്നത്. സമരത്തിന്റെ ഭാഗമായിക്കൊണ്ട് ആ പ്രശ്നം പരിഹരിക്കണമെന്ന് ആവശ്യപ്പെടുന്നു. അതിനെ അവർ വർഗീയമായിട്ടാണോ കാണുന്നത്? അത് നിങ്ങൾ ലീഗിൻ്റെ ഓരോ നിലപാടുകൾ വെച്ച് പരിശോധിക്കാനല്ല വേണ്ടത്. ഇപ്പോൾ ഞാൻ ചോദിക്കട്ടെ, ഇവിടെ ഇപ്പോൾ കേരളത്തിൽ സ്വർണ്ണക്കടത്ത് ഉണ്ടായിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കേന്ദ്രം നമ്മുടെ കോഴിക്കോട് എയർപോർട്ടാണ് എന്നുള്ള കാര്യം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പറഞ്ഞു. ഹവാല പണം ഏറ്റവും ഏറെ കൈമാറ്റം ചെയ്യപ്പെട്ടത് മലപ്പുറം ജില്ലയിലാണ്. എങ്ങനെയാണ് ലീഗ് എടുത്തിരിക്കുന്നത്? ലീഗ് മലപ്പുറം ജില്ലയെ അഭിമുഖത്തെ നിങ്ങൾ എങ്ങനെയാണ് വിശദീകരിച്ചത്? ദ ഹിന്ദുവിൽ മുഖ്യമന്ത്രി പറഞ്ഞതല്ലാത്ത ഒരു ഭാഗം അതിൽ വന്നു എന്ന് പറഞ്ഞു. ആ പറഞ്ഞതല്ലാത്ത ഭാഗം എങ്ങനെ വന്നു എന്ന് നിങ്ങൾ വിശദീകരിച്ചോ? അല്ല, ഞങ്ങള് മുഖ്യമന്ത്രി വളരെ വ്യക്തമായിട്ട് ഹിന്ദുവിൽ എഴുതി, മുഖ്യമന്ത്രിയുടെ ഓഫീസ് അവരതിൽ ഖേദം പ്രകടിപ്പിച്ചുകൊണ്ട് അത് പിൻവലിച്ചു. പറഞ്ഞിരിക്കുന്ന കാര്യമെല്ലാം പിൻവലിച്ചു. അതെങ്ങനെ അതിൽ അച്ചടിച്ചു വന്നു എന്നതിനെ കുറിച്ച് നിങ്ങൾ വിശദീകരിച്ചോ? മുഖ്യമന്ത്രി വിശദീകരിച്ചോ പ്രകാശ് മാസ്റ്റർ? അതായത് മലപ്പുറം ജില്ലയെ കുറിച്ച് അധിക്ഷേപകരമായ വംശീയമായ വർഗീയമായ ഒരു പരാമർശം മുഖ്യമന്ത്രി പറയാതെ മുഖ്യമന്ത്രിയുടെ പേരിൽ അച്ചടിച്ചു വന്നു. അതിനെക്കുറിച്ച് നിങ്ങൾ അന്വേഷിച്ചോ? അതെങ്ങനെ അച്ചടിച്ചു വന്നു? ആരാണ് അതിന്റെ പിന്നിൽ പ്രവർത്തിച്ചത്? അതിന് ഗൂഢാലോചന നടത്തിയത് ആരാണെന്ന് നിങ്ങൾ അന്വേഷിച്ചോ? നിങ്ങൾ വിശദീകരിച്ചോ? ഒരു പത്രത്തില് ഒരാളുടെ പ്രസ്താവന കൂട്ടിച്ചേർക്കുന്നതിന് ഗൂഢാലോചന വേണോ? തെറ്റായ നിലക്ക് വന്നു, അതൊരു ലക്ഷ്യമുണ്ടെങ്കിൽ അതിന് ഗൂഢാലോചന ഉണ്ടാകും. പ്രകാശ് മാസ്റ്റർ എതിർപ്പ് പറഞ്ഞു, അത് അങ്ങനെ അച്ചടിച്ച് മുഖ്യമന്ത്രി പറയാത്ത ഒരു കാര്യം കൂട്ടിച്ചേർക്കണമെങ്കിൽ അതിനൊരു ലക്ഷ്യമുണ്ടാകും, അതിന് പിന്നിൽ ഒരു ഗൂഢാലോചനയും ഉണ്ടാകും. നിങ്ങൾക്കത് പ്രശ്നമല്ലെങ്കിലും അത് പ്രത്യക്ഷത്തിൽ അങ്ങനെയാണ്. കേസെടുക്കേണ്ട കാര്യമാണ്. അങ്ങനെ ഉണ്ടാവണമെന്നൊന്നുമില്ല. എത്ര തവണ ഏതെല്ലാം മാധ്യമങ്ങളിൽ പറഞ്ഞിരിക്കുന്ന കാര്യം തെറ്റ് വന്നിരിക്കുന്നു. അങ്ങനെ തെറ്റ് വന്നാൽ ഓക്കെ, പറയാത്ത കാര്യം പറഞ്ഞു എന്ന് കരുതി ഒരാൾ റിപ്പോർട്ട് ചെയ്യുന്നതും മുഖ്യമന്ത്രി പറയാത്ത കാര്യം പിന്നീട് അതിൽ കൂട്ടിച്ചേർക്കാൻ വേണ്ടി ഒരു പബ്ലിക് റിലേഷൻ ഏജൻസി ഇടപെട്ടു എന്ന് ദി ഹിന്ദു പത്രം വിശദീകരിച്ചു. ഒരു PR ഏജൻസി അത് ചെയ്തതാണ് എന്ന് വിശദീകരിച്ചിട്ടും ആ PR ഏജൻസിക്കെതിരെയോ ആ അഭിമുഖം സംഘടിപ്പിച്ച ആൾക്കെതിരെയോ ഒരു തരത്തിലുള്ള നടപടിയും ഇല്ല എന്ന് മാത്രമല്ല, അതെന്ത് സംഭവിച്ചു എന്ന് ഇതുവരെയും മുഖ്യമന്ത്രിയും CPM വിശദീകരിച്ചിട്ടുമില്ല. അല്ല, നിങ്ങളിപ്പോ ഞാൻ സംസാരിക്കുന്നതിൽ എന്നെക്കാൾ ഏറെ സംസാരിച്ചത് നിങ്ങളാണ്. പ്രസ്താവന വരുന്നു, അതിൽ ഞാൻ പറയാത്ത കാര്യം വന്നിരിക്കുന്നുവെന്ന് മുഖ്യമന്ത്രി. ഞാൻ പറയട്ടെന്ന്, നിങ്ങൾ അങ്ങനെ കടന്നാക്രമിക്കില്ലെന്ന്. നിങ്ങൾക്ക് മുസ്ലിങ്ങളുടെ എതിരാണ് കേരളത്തിലെ ഗവൺമെന്റ് സ്ഥാപിക്കാൻ മീഡിയയുടെ താല്പര്യം ഉണ്ടാവും. ഇല്ല, അങ്ങനെ ഒരു താല്പര്യമില്ല. ഞാൻ ആ ഒരു വിഷയമേ അല്ല ചോദിക്കുന്നത്. എന്റെ ചോദ്യം അങ്ങ് ഇത് ഹിന്ദു ലേഖനവുമായി ബന്ധപ്പെട്ട കാര്യം പറഞ്ഞപ്പോൾ അതിൽ വിശദീകരണം ചോദിച്ചത് ആരെങ്കിലും ന്യൂനപക്ഷ വിരുദ്ധരാണെന്ന് സ്ഥാപിക്കാൻ വേണ്ടിയല്ല. ഞാൻ അതിൽ ക്ലാരിറ്റിക്ക് വേണ്ടി ചോദിക്കുകയാണ്. ഞാൻ ചോദിക്കട്ടെ, എനിക്ക് മുമ്പ് ഒരാളുടെ സംസാരിച്ചല്ലോ, ഒരൊറ്റ തവണ നിങ്ങൾ ഇടപെട്ടില്ലല്ലോ. എനിക്കെതിരെ സംസാരിക്കാൻ 7ാമത്തെ പ്രാവശ്യം ഇടപെടുന്നേ. അങ്ങ് പറഞ്ഞ അവസാനിപ്പിച്ചു. ഞങ്ങൾക്കറിയാം, അത് മറ്റൊന്നുമല്ല. അല്ലല്ല, അങ്ങേക്ക് ആ കാര്യം വിശദീകരിക്കാൻ പറ്റും. വിശദീകരിച്ചോളൂ, ഞാൻ ഇടപെടുന്നില്ല, ചോദിക്കുന്നേ ഇല്ല. നിങ്ങൾ വിസ്മരിക്കണ്ട. മലപ്പുറം ജില്ലക്ക് നമ്മുടെ പാർട്ടിയാണ് നല്ലതുപോലെ, അത് നിങ്ങൾ വിസ്മരിക്കണ്ട. നിങ്ങൾക്ക് ഇവിടെ മലപ്പുറം ജില്ല, അതുപോലെ മുസ്ലിങ്ങളുടെ ജില്ല, അതെല്ലാം ഈ കേരളത്തിലെ ഗവൺമെന്റിന് എതിരാണ് എന്ന് സ്ഥാപിക്കാൻ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടാവും. പക്ഷേ കേരളത്തിലെ LDF ഗവൺമെന്റിനെ വീക്ഷിക്കുന്ന, CPM അറിയുന്ന, പിണറായി വിജയൻ നൂറ്റാണ്ട് കാലമായിട്ട് അറിയുന്ന മുസ്ലിങ്ങൾ കൃത്യമായിട്ട് അറിയാം. അവരുടെ ഈ കേരളത്തിലെ ഏറ്റവും വലിയ ബന്ധു മറ്റാരുമല്ല, കേരളത്തിലെ മുഖ്യമന്ത്രിയാണ്. ഇവിടെ ന്യൂനപക്ഷത്തിനെതിരായിട്ട് ഇതെല്ലാം അതിക്രമങ്ങൾ ഉണ്ടായി എപ്പോഴെല്ലാം ആരാ ഇവിടെ കൂടുന്നത്? ഇവിടെ കേരളത്തിനകത്ത് ഒരു കാരണവശാലും ഈ പറയുന്ന ബില്ല് അംഗീകരിക്കില്ല എന്ന് പറഞ്ഞ ഗവൺമെന്റ് ഏതാ? പറഞ്ഞ ആദ്യത്തെ മുഖ്യമന്ത്രി ഏതാ? പിണറായി വിജയനല്ലേ? നിങ്ങളിവിടെ പൗരത്വ നിയമം കൊണ്ടുവന്നിട്ട് ന്യൂനപക്ഷങ്ങൾ വേട്ടയാടെ മുന്നോട്ടേക്ക് വന്നപ്പോൾ അത് പറ്റില്ല എന്ന് പറഞ്ഞിരിക്കുന്ന ഏക മുഖ്യമന്ത്രി CPM മുഖ്യമന്ത്രിയാണ്.
നിങ്ങൾ വിസ്മരിക്കരുത്. ന്യൂനപക്ഷങ്ങളെ വേട്ടയാടാൻ വേണ്ടി മുന്നോട്ടേക്ക് വന്നപ്പോൾ എപ്പോഴും ചെറുത്തത് ഞങ്ങളാണ്. വർഗീയത ഇല്ലാതിരിക്കുന്ന കേരളത്തിൽ എന്തുകൊണ്ടാ? പിന്നിട്ട് പോയ 10 കൊല്ലക്കാലം ഇവിടെ വർഗീയത ഇല്ലാത്ത ഒരൊറ്റ സ്റ്റേറ്റിൽ ഇന്ത്യ രാജ്യത്ത് കേരളത്തിൽ വർഗീയത ഉണ്ടാകുന്നതിന് അനുവദിക്കില്ല കലാപുണ്ടാവാൻ. എന്തുകൊണ്ട്? ഞങ്ങളുടെ സഖാക്കളെ ശവത്തിൽ ചവിട്ടിയല്ലാതെ ഇവിടെ വർഗീയതക്ക് ന്യൂനപക്ഷങ്ങളെ പീഡിപ്പിക്കാൻ വേണ്ടി കഴിയില്ല. അതുകൊണ്ട് നിങ്ങൾ ഞങ്ങളുടെ മുസ്ലിം സ്നേഹത്തെ സംബന്ധിച്ചൊന്നും ജനങ്ങളോട് പഠിപ്പിക്കാൻ വരേണ്ട കാര്യമില്ല. അതെല്ലാം കേരളത്തിലെ ജനങ്ങൾക്ക് നല്ലതുപോലെ അറിയാം. നിങ്ങൾക്ക് സ്ഥാപിക്കേണ്ടത് ഞാൻ ഒന്നും സ്ഥാപിച്ചില്ല. ഞാൻ അങ്ങോട്ട് രണ്ടേ രണ്ട് കാര്യങ്ങളാണ് ചോദിച്ചത്. എപ്പോൾ മുതലാണ് മുസ്ലിം ലീഗിന് രാഷ്ട്രീയ വ്യതിയാനം വന്നു തുടങ്ങിയത് എന്ന ചോദ്യത്തിന് അങ്ങ് 4 വർഷം എന്ന് പറഞ്ഞു. ഞാൻ ഇപ്പോൾ 2022 എം വി ഗോവിന്ദ മാസ്റ്ററോട് നിലപാട് ചൂണ്ടിക്കാണിച്ചു. അത്രേ ഉള്ളൂ. അങ്ങ് അത് വിശദീകരിക്കുന്നില്ല. ഞാൻ 4 വർഷം ഒന്നും പറഞ്ഞില്ല. അതുകൊണ്ടാണ് ഞാൻ 2022 ചൂണ്ടിക്കാട്ടിയത്. പറഞ്ഞിട്ടില്ല. ഓക്കെ, ഞാൻ പറഞ്ഞിരിക്കുന്നത് അല്ല, എപ്പോൾ മുതലാണ് ആ വ്യതിയാനം വന്നത് എന്ന ചോദ്യം ഇപ്പോൾ നിൽക്കുകയാണ്. മറുപടി പറയുന്നില്ല. എപ്പോഴാണ് ഈ വ്യതിയാനം വന്നത്? പിന്നെ 2001 മാർച്ച് മാസം 31 അങ്ങനെയുണ്ടോ? ഒരു വ്യതിയാനം വന്നത് 2028 മാർച്ച് മാസം അങ്ങനെ പറയാൻ വേണ്ടി കഴിയോ? അല്ല, ഇത് ഞാൻ ചോദിക്കാൻ കാരണമുണ്ട് പ്രകാശ്. അങ്ങനെ ചോദ്യം കേൾക്കണം. ഇത് പറയാൻ കാരണം മുഖ്യമന്ത്രി സാദിഖ് അലി തങ്ങളെ വിമർശിക്കുമ്പോൾ അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്ന ഒരു കാര്യം, മുമ്പത്തെ ലീഗ് അധ്യക്ഷന്മാർ ഇങ്ങനെ ആയിരുന്നില്ല. പാണക്കാട് ശിഹാബ് തങ്ങളൊക്കെ വളരെ ബഹുമാന്യനായിരുന്നു സമൂഹത്തിൽ. ഇപ്പോഴത്തെ ആൾ അങ്ങനെ അല്ല എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ വ്യതിയാനം വരുന്നത് സാദിഖ് അലി തങ്ങൾ അധ്യക്ഷനായ ശേഷമാണോ അതല്ല മറ്റേതെങ്കിലും സമയമുണ്ടോ എന്നാണ് ചോദ്യം. നിങ്ങൾ ഈ കേരളത്തിന്റെ സമീപകാല ചരിത്രത്തിൽ അതിൽ പറയാൻ ഒരു കാരണമുണ്ട്. കേരളത്തിന്റെ സമീപകാല ചരിത്രത്തിൽ മുസ്ലിം വർഗീയവാദികളെ യോജിപ്പിച്ചുകൊണ്ട് അവരെ UDF ഭാഗമാക്കാൻ വേണ്ടി ലീഗ് നിന്ന ഒരു ചരിത്രമില്ല. ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് എന്താ? ജമാഅത്തെ ഇസ്ലാമിയുടെ പിന്തുണ വാങ്ങിയില്ലേ UDF? SDPക്കാർ UDF കൂടെ ആയിരുന്നില്ലേ? അത് 2020 തദ്ദേശ തെരഞ്ഞെടുപ്പിലും 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിലും ഒക്കെ ഈ നിങ്ങൾ ഈ പറയുന്ന വിഭാഗങ്ങളൊക്കെ പിന്തുണച്ചിട്ടുണ്ട് UDF. അപ്പോൾ അന്ന് ഈ പ്രശ്നം ഉണ്ടായിട്ട് 2022 എം വി ഗോവിന്ദ മാസ്റ്റർ ഗുഡ് സർട്ടിഫിക്കറ്റ് കൊടുക്കുകയാണ് ലീഗിന്. അതെങ്ങനെ സംഭവിച്ചു? അതാണ് നിങ്ങൾക്ക് എന്താന്ന് പറഞ്ഞാൽ ഈ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങൾക്ക് സ്ഥാപിക്കേണ്ട ഒരു കാര്യമുണ്ട്. അത് ഈ കേരളത്തിലെ LDF ഗവൺമെന്റ് മുസ്ലിം വിരുദ്ധമാണ് സ്ഥാപിക്കലാണ്. അങ്ങനെ സ്ഥാപിക്കില്ല. ഞാൻ അങ്ങ് പറയുന്ന ഒരു കാര്യത്തിൽ ക്ലാരിറ്റി ചോദിക്കുകയാണ്. അങ്ങേക്ക് അത് വിശദീകരിക്കാൻ അല്ലെങ്കിൽ ഒഴിവാക്കാം, ഇഗ്നോർ ചെയ്യാം ചോദ്യം. നിങ്ങൾക്ക് അയ്യോ നിങ്ങളെ അറിയുന്ന ആൾക്ക് നിങ്ങൾ കേൾക്കുന്നത് ചോദിക്കുന്നത് ക്ലാരിറ്റിക്ക് വേണ്ടിയല്ല എന്നുള്ളത് ആർക്ക് അറിയാതിരിക്കുന്നത്? നിങ്ങൾക്ക് ആളുകൾക്കിടയിൽ അവ്യക്തതയാണ് ഉണ്ടാക്കുന്നത്, ക്ലാരിറ്റി അല്ല. മുസ്ലിം ലീഗിനെ കുറിച്ച് ഞങ്ങൾ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. അത് തീർച്ചയായിട്ടും ന്യൂനപക്ഷം ഭൂരിപക്ഷമുള്ള ഒരു പാർട്ടിയാണ്. പക്ഷേ മുസ്ലിം ജനസാമാന്യത്തിന്റെ പാർട്ടി അല്ല അത് മുസ്ലിങ്ങളിലെ സമ്പന്നന്മാരുടെ പാർട്ടിയാണ്. അവര് മുസ്ലിം താല്പര്യത്തെ അല്ല പ്രതിദാനം ചെയ്യുന്നത്, രാഷ്ട്രീയ അധികാരത്തെയാണ്. അതിനു വേണ്ടിയിട്ട് ബാബരി പള്ളി പൊളിച്ചാൽ അങ്ങ് അല്പം മുമ്പാണ് പറഞ്ഞത് എല്ലാ വിഷയത്തെയും മുസ്ലിം ആംഗിളിലാക്കി മാറ്റുന്നു എന്ന് ലീഗിനെ പറ്റി അങ്ങ് ആക്ഷേപം ഉന്നയിച്ച അല്പം മുമ്പാണ്. അങ്ങ് മറന്നുപോയെങ്കിൽ ഞാൻ ഓർമ്മിക്കുകയാണ്. രണ്ടാമത് അദ്ദേഹം അങ്ങ് പറയുന്നു ഇത് മുസ്ലിം ധനികരുടെ പാർട്ടിയാണ്, അത് മുസ്ലിം ഇൻട്രസ്റ്റിനെ പ്രതിനിധീകരിക്കുന്നില്ല എന്നും അങ്ങ് തന്നെ പറയും. ഓർമ്മയില്ലാത്ത നിലയൊന്നും വന്നിട്ടില്ല. ഞാൻ പറഞ്ഞല്ലോ മുസ്ലിം ജനസാമാന്യത്തിന്റെ പേരിലാണ് എന്ന് സ്ഥാപിച്ച് മുസ്ലിം സമ്പന്നന്മാർക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന പാർട്ടിയാണ് ലീഗ്. ലീഗ് ഇപ്പോൾ എല്ലാ വർഗീയ ശക്തികളെയും ചേർത്തുകൊണ്ട് ഇവിടെ ഒരു കൺസോളിഡേഷൻ ഉണ്ടാക്കുന്നതിന് വേണ്ടി ശ്രമിക്കുകയാണ്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ അത് കൃത്യമായി കണ്ടിട്ടുണ്ട്. സംഭവിക്കുന്നതാണ് ഈ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് സമയത്ത് സംഭവിക്കുന്ന ഒന്നാണ് ഈ കൺസോളിഡേഷൻ. പ്രകാശ് മാസ്റ്റർ, ഈ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് സമയത്ത് സംഭവിച്ചതാണ് ഈ കൺസോളിഡേഷൻ. അത് നിങ്ങൾക്കിപ്പോ സ്ഥാപിക്കേണ്ടത് 2024 മാർച്ച് മാസം മുതലായി നിലപാട് പറയിക്കലാണോ? അല്ല, ഞാൻ അങ്ങനെ ചോദിക്കുകയാണ്. അതായത് CPM 2022 ഒരു നിലപാടുണ്ട് മുസ്ലിം ലീഗിനെ കുറിച്ച്. CPM ഗുഡ് സർട്ടിഫിക്കറ്റ് കൊടുത്തതാണ് മുസ്ലിം ലീഗിന്. അത് ഇപ്പോൾ അതിനുശേഷം സംഭവിച്ചതാണോ? അങ്ങനെയാണെങ്കിൽ അങ്ങനെയാണെന്ന് പറയാം. 2022 ശേഷം സംഭവിച്ച ഒരു കാര്യമാണ്. അതിപ്പോൾ ഞങ്ങൾ ചൂണ്ടിക്കാട്ടുന്നു എന്നാണെങ്കിൽ അങ്ങേക്ക് പറയാം. 2020 ഞാൻ നിങ്ങൾക്ക് മലയാളം മനസ്സിലാവുന്നില്ലേ? ഓക്കെ, നിങ്ങൾക്ക് ഞാൻ പറയുന്ന മലയാളം മനസ്സിലാവുന്നില്ലേ? 2024 MV ഗോവിന്ദ മാഷ് പറഞ്ഞ കാര്യം ഇന്നും ലീഗിനെ സംബന്ധിച്ച് ഞങ്ങളുടെ അഭിപ്രായമാണ്. അത് ഞാൻ പറഞ്ഞല്ലോ. നിങ്ങൾ പിന്നെ വീണ്ടും ഇവിടെ ചോദിക്കേണ്ട കാര്യം എന്താ? ഓക്കെ, അതേസമയം വർഗീയതയെ കൂട്ടുപിടിക്കുന്നു, ഇതാണ് അഭിപ്രായം. അതായത് ലീഗ് ഒരു മതേതര പാർട്ടിയാണ്, ലീഗ് ഒരു വർഗീയ പാർട്ടിയല്ല. അതേസമയം ഇപ്പോൾ അവർ എന്താണ് ഈ വർഗീയ പാർട്ടികളെ കൂട്ടുപിടിക്കുന്നു എന്നാണ് നിങ്ങളുടെ ആക്ഷേപം. അങ്ങനെയാണോ? വർഗീയ പാർട്ടികളുടെ കൂടാരമായിട്ട് മാറ്റുന്ന UDF-നെ. ശരി, അതിപ്പോൾ സംഭവിച്ച ഒരു കാര്യമായതുകൊണ്ട് ചൂണ്ടിക്കാട്ടുന്നതാണ് പ്രകാശ് മാസ്റ്ററുടെ നിലപാട്. ശ്രീ ആനന്ദ് കൊച്ചുകൂടി, പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് ശക്തമായ ത്രികോണ മത്സരം നടക്കുന്ന ഒരിടമാണ്. 3 മുന്നണികളെ സംബന്ധിച്ചും വലിയ അഭിമാന പ്രശ്നമാണ് അവിടെ വിജയം. CPM-നെ സംബന്ധിച്ച്, LDF-നെ സംബന്ധിച്ച് അവർക്ക് ഏറ്റവും കുറഞ്ഞ വോട്ട് കിട്ടുന്ന ഒരു മണ്ഡലമായി കഴിഞ്ഞ കുറേ തെരഞ്ഞെടുപ്പുകളായി പാലക്കാട് മാറിയിട്ടുണ്ട്. അവർക്കത് തിരിച്ചു പിടിക്കുക, ഏത് വിധേനയും തിരിച്ചു പിടിക്കുക എന്നുള്ളത് ഒരു അഭിമാന പ്രശ്നമാണ്. പക്ഷേ ആ അഭിമാന പ്രശ്നമായിരിക്കെ തങ്ങൾക്കുണ്ടായിരുന്ന ജനപിന്തുണ അല്ലെങ്കിൽ വോട്ട് എങ്ങോട്ട് പോയി എന്ന് പരിശോധിക്കപ്പെടേണ്ടേ CPM.
അത് എവിടെ നിന്നാണ് തിരിച്ചു പിടിക്കേണ്ടത് എന്ന് CPM കരുതുന്നുണ്ട്. അതിൻ്റെ നീക്കത്തിൻ്റെ ഭാഗമായാണോ ഇപ്പോൾ ഈ അവസാന ദിവസം മുസ്ലിം ലീഗിനെ ആക്രമിക്കുന്ന LDF തന്ത്രം? അല്ല ജെയിംസ്, ഞാൻ മനസ്സിലാക്കുന്ന കാര്യം, ഞാനിപ്പോൾ പാലക്കാടാണ് ഇരിക്കുന്നത്. പാലക്കാട് ഞാൻ 3 തവണയായി വന്ന് ഏകദേശം ഒരാഴ്ചയോളം ഇവിടെ ചെലവഴിച്ചു. CPM-ൻ്റെയും കോൺഗ്രസിൻ്റെയും ലീഗിൻ്റെ നേതാക്കൾ അധികം ഉണ്ടായിരുന്നില്ല, എങ്കിലും ഉള്ള ആൾക്കാരും പിന്നെ കോൺഗ്രസിൻ്റെയും ലീഗിൻ്റെയും CPM-ൻ്റെയും BJP-യുടെ എല്ലാ നേതാക്കളെയും മിക്ക നേതാക്കളെയും ഇവിടെ ജില്ലയിലുള്ള നേതാക്കളെയും കണ്ടിട്ടുണ്ട്. അപ്പോൾ അവരോടൊക്കെ സംസാരിച്ചതിൽ നിന്ന് എനിക്ക് മനസ്സിലായ ഒരു കാര്യം, CPM ഇവിടെ ജയിക്കാൻ വേണ്ടിയല്ല മത്സരിക്കുന്നത്. അത് CPM-ൻ്റെ ഒരു നേതാവ് അങ്ങനെ ഭംഗ്യന്ത്രേണ സമ്മതിക്കുകയും ചെയ്തു. അവർക്ക് 2ാം സ്ഥാനത്തെങ്കിലും എത്തിയാൽ മതി, അല്ലെങ്കിൽ അവർക്കൊരു 30% വോട്ടിലേക്ക് എത്തിയാൽ മതി. അപ്പം ഞാൻ ആ നേതാവിനോട് ചോദിച്ചു, നിങ്ങൾക്ക് 30% വോട്ട് കിട്ടുകയും അല്ലെങ്കിൽ 2ാം സ്ഥാനം കിട്ടുകയും ചെയ്താൽ അതിൻ്റെ അർത്ഥം ഇവിടെ BJP ജയിക്കുമെന്നാണ്. കാരണം അല്ലെങ്കിൽ നിങ്ങൾക്ക് 2ാം സ്ഥാനത്ത് വരാൻ പറ്റുകയില്ല ഇപ്പോഴത്തെ അവസ്ഥയിൽ. അപ്പോൾ ആ നേതാവ് പറഞ്ഞു, അത് ഞങ്ങളുടെ തലവേദനയല്ല, അത് കോൺഗ്രസ് ആണ് ആലോചിക്കേണ്ടത്, അല്ലെങ്കിൽ ഈ രാഹുൽ മാങ്കൂട്ടത്തിലിനെ പോലെ പുറത്തു നിന്ന് സ്ഥാനാർത്ഥിയൊക്കെ കൊണ്ടുവന്ന് അവർ വേറെ ഒരാളെ നിർത്താൻ പാടില്ല എന്നൊക്കെയാണ് അദ്ദേഹം എന്നോട് തിരിച്ചു ചോദിച്ചത്. ഇവിടെ CPM-ൻ്റെ തന്ത്രം ഈ ഒരു തെരഞ്ഞെടുപ്പ് പോലുമല്ല. CPM ഇവിടെ കഴിഞ്ഞ കുറേ കാലമായിട്ട് തുടർ ഭരണങ്ങൾ എങ്ങനെ കിട്ടാം, ഈ പാർട്ടിക്ക് തുടർ ഭരണങ്ങൾ കിട്ടിയാൽ മാത്രമേ ഇവിടെ കേരളത്തിൽ ആയുസുള്ളൂ. ബാക്കി എല്ലായിടത്തും ഈ പാർട്ടി ഇല്ലാതെയായി. കേരളത്തിൽ പ്രത്യേകിച്ചും ഒരു തവണ ഭരണം പോയാൽ ഈ പാർട്ടി ഇല്ലാതാകുന്ന പേടി CPM-നുണ്ട്. കാരണം ഇവിടുത്തെ ഇപ്പം കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ തന്നെ CPM വോട്ട് മറിച്ചു എന്ന് ഒരു ആക്ഷേപമുണ്ടല്ലോ. അതിനെക്കുറിച്ച് അന്വേഷിച്ച് കുറേ കാര്യങ്ങൾ ഞാൻ എങ്ങനെയാണ് ഈ കണ്ണാടി പഞ്ചായത്തിൽ അല്ലെങ്കിൽ കുറേയൊക്കെ CPM വോട്ടുകൾ മറിഞ്ഞത് എങ്ങനെയാണ്, ഇവിടെ എങ്ങനെയാണ് 2021-ൽ CPM-ന് 1987-ന് ശേഷം ഏറ്റവും കുറച്ച വോട്ടുകൾ എങ്ങനെയാണ് 2021-ൽ കിട്ടിയത്? CP പ്രമോദ് എന്ന വക്കീൽ സംഘടനയുടെ മാത്രം നേതാവായിട്ടുള്ള CP പ്രമോദിനെ കഴിഞ്ഞ തവണ എന്തിന് നിർത്തി എന്നൊക്കെയുള്ള ചോദ്യങ്ങളുണ്ട്. അതിൽ നിന്ന് നേരെ വിഭിന്നമായിട്ട് ഇവിടെ BJP ജയിച്ചോട്ടെ എന്ന് CPM വിചാരിക്കുന്ന ഒരു സാഹചര്യത്തിൽ എങ്ങനെ CPM മാറി? അപ്പോൾ ഞാനിങ്ങനെ ചീഫായിരുന്നു, അദ്ദേഹം തോറ്റാൽ മതി, BJP ജയിച്ചോട്ടെ, അങ്ങനൊരു തോന്നലുണ്ടോ CPM-ന്? തീർച്ചയായും അങ്ങനെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതെൻ്റെ തെറ്റിദ്ധാരണയാണോ എന്ന് എനിക്കറിയില്ല. പക്ഷേ ഞാൻ മറ്റ് ചിലരോടൊക്കെ സംസാരിച്ചപ്പോൾ അവർക്കും അങ്ങനെ തന്നെ തോന്നി. ഇപ്പോൾ ഈ നിഷ്പക്ഷരായിട്ട് ഇവിടെ നോക്കിക്കാണുന്ന ആൾക്കാരുമായിട്ട് ഞാൻ ആശയവിനിമയം നടത്തുമ്പോൾ അവർക്കും അങ്ങനെ തന്നെയാണ് തോന്നുന്നത്. ഒരു കാലത്ത് CPM-ൻ്റെ ഒരു വിചാരം എന്താണെന്ന് വെച്ചാൽ, പാലക്കാട് പോലെയുള്ള ഒരു മണ്ഡലം, ഹിന്ദു ഭൂരിപക്ഷ മണ്ഡലത്തിൽ അവിടെ BJPക്ക് ഏതെങ്കിലും തരത്തിൽ ജയിച്ചാൽ കേരളത്തിലെ ഹിന്ദു വോട്ട് ബാങ്ക് ഒന്നടങ്കം BJPയിലേക്ക് പോകുന്നുള്ള ഭയമൊക്കെ കഴിഞ്ഞ തവണ അവരെ ഗ്രസിച്ചിരുന്നു. 2021-ലെ കാര്യമാണ് പറയുന്നത്. പക്ഷേ ഇത്തവണ ഇവിടെ BJP ജയിച്ചോട്ടെ, അങ്ങനെ BJP ജയിച്ചാൽ 3ാം ഭരണം കിട്ടും എന്ന് CPM-ൻ്റെ കൃത്യമായ കോൾഡ് ബ്ലഡഡ് മർഡർ എന്നൊക്കെ പറയില്ലേ, അതുപോലെ കോൾഡ് ബ്ലഡഡ് കാൽക്കുലേഷനാണ്. അപ്പോൾ ഇവിടെ ചേലക്കരയിൽ എങ്ങാനും തോറ്റാൽ, അല്ലെങ്കിൽ അവിടെയും ജയിച്ച് പാലക്കാടും ജയിക്കാൻ അല്ലെങ്കിൽ BJPക്ക് ജയിക്കാൻ പറ്റിയാൽ അത് 1-1-1, BJPക്ക് ഒരു സീറ്റ്, കോൺഗ്രസിന് വയനാട്, ചേലക്കരയിൽ CPM. അതാണ് CPM-ൻ്റെ ബെസ്റ്റ് കേസ് സിനാരിയോ ആയിട്ട് അവർ കാണുന്നത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം അങ്ങനെയാണെങ്കിൽ തുടർ ഭരണം കിട്ടാൻ, ഇത് കഴിഞ്ഞിട്ട് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പാണ്. പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലേക്ക് പോകുമ്പോൾ ഇവിടെ CPM-ൻ്റെ ഇപ്പോൾ നേതാക്കൾ പറയുന്ന, മുഖ്യമന്ത്രി അടക്കം പറയുന്ന പല കാര്യങ്ങളും ഡബിൾ ഡൗൺ ചെയ്യും. അതായത് അത് തന്നെ ഇങ്ങനെ പറഞ്ഞ് ഒരു 100, ഇപ്പോൾ ഉദാഹരണത്തിന് ഞാൻ പറയാം, 2011-ൽ നേമം സീറ്റ് അവിടെ അന്ന് വോട്ടുകൾ കുറയും. 2016-ൽ O രാജഗോപാൽ ജയിക്കുകയും ചെയ്തതിനെക്കുറിച്ച് CPM-കാർ ചാനലുകളിൽ വന്ന് 1000 തവണയെങ്കിലും അന്ന് കോൺഗ്രസ് ആണ് വോട്ട് മറിച്ചത് എന്ന് പറഞ്ഞ് 1000 തവണ പറഞ്ഞപ്പോൾ ഇവിടെ ഇത് കേൾക്കുന്ന പ്രേക്ഷകരെല്ലാം ശരിക്കും അത് തന്നെയാണ് സംഭവിച്ചത് എന്ന് അവർ വിചാരിക്കുന്ന ഒരു ഇതെത്തി. അപ്പോൾ അവിടെ എങ്ങനെയാണ് സോഷ്യലിസ്റ്റ് ജനതയ്ക്ക് 2011-ൽ തന്നെ അന്ന് ആ സീറ്റ് കൊടുത്ത് എത്ര വോട്ടാണ് കുറഞ്ഞത്, 2016-ൽ എത്ര ഷിഫ്റ്റ് നടന്നു. അപ്പോൾ ഈ കോൺഗ്രസിനൊക്കെ ഈ വോട്ട് കച്ചവടം ചെയ്യാൻ CPM-ഒക്കെയാണ് കേഡർ പാർട്ടിയാണ്, BJP കേഡർ പാർട്ടിയാണ്. കച്ചവടം ചെയ്യാൻ എന്തെങ്കിലും സാഹചര്യമുള്ള അവർക്കാണ് ഈ കോൺഗ്രസ് പോലെയുള്ള പാർട്ടികൾ ഈ പരസ്പരം ഗ്രൂപ്പ് വാരലൊക്കെ ഉണ്ടെങ്കിലും ഇങ്ങനെ കച്ചവടം ചെയ്യാനൊന്നും പറ്റുന്ന ഒരു പാർട്ടി തന്നെയല്ല. പക്ഷേ അങ്ങനെ 1000 തവണ ഒരു കാര്യം പറഞ്ഞ് ഫലിപ്പിച്ചു. അതുപോലെ ഇവിടെ
പാലക്കാട് BJP ജയിച്ചാൽ അത് കോൺഗ്രസ് വോട്ട് മറിച്ചിട്ടാണെന്ന് വരെ ഇവിടെ CPM പറഞ്ഞ് ഫലിപ്പിക്കും. അതിനുള്ള മെഷീനറി അവർക്കുണ്ട്. അത് ചാനലുകളിൽ വന്ന് പ്രകാശൻ മാസ്റ്ററെ പോലെ അല്ലെങ്കിൽ യുവ തുർക്കികളായിട്ടുള്ള ഡിവൈഎഫ്ഐക്കാരൊക്കെ വന്ന് തൃശ്ശൂരിലെ അനുഭവം CPM ഈ തെരഞ്ഞെടുപ്പിൽ ഉന്നയിക്കുന്നുണ്ടല്ലോ. തൃശ്ശൂരിലെ അനുഭവം, തൃശ്ശൂരിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിക്ക് വോട്ട് കുറഞ്ഞു, അത്രയും ഭൂരിപക്ഷത്തിന് BJP സ്ഥാനാർത്ഥി വിജയിക്കുന്നു. അത്തരം ഉദാഹരണങ്ങൾ CPM ഉന്നയിക്കുന്നുണ്ട് പാലക്കാട്ടും. അല്ല, തൃശ്ശൂരെ കാര്യം പറഞ്ഞ് ഫലിപ്പിക്കാൻ അവർക്ക് പറ്റുന്നില്ല. കാരണം ഈ പൂരം കലക്കിയ വിഷയം പൊതുമധ്യത്തിൽ വരികയും MR അജിത് കുമാറിനെതിരെ വളരെ വ്യക്തമായിട്ടുള്ള RSSന്റെ സമ്പർക്ക് പ്രമുഖ ജയകുമാറുമായിട്ട് കൂടിക്കാഴ്ച നടത്തിയെന്ന് മനോരമ പ്രസിദ്ധീകരിക്കുകയും അതിനുശേഷം ആദ്യ RSS അത് തള്ളിപ്പറയുകയും പിന്നെ അത് സമ്മതിക്കുകയും ഒക്കെ ചെയ്തിട്ടും ഒരു മാസം എടുത്തു മുഖ്യമന്ത്രിക്ക് തൻ്റെ പ്രിയ അജിത് കുമാറിനെ ഒന്ന് ഒരു ചുമതലയിൽ നിന്ന് 2 ചുമതലയിൽ നിന്നുള്ള വഹിച്ചിരുന്ന അദ്ദേഹത്തെ ലോ ആൻഡ് ഓർഡറിൽ നിന്ന് മാത്രം ഒന്ന് പതുക്കെ മാറ്റി നിർത്താൻ അത്രയും സമയമെടുത്തു. അപ്പോൾ ഇനിയിപ്പോൾ തൃശ്ശൂർ പൂരം തൃശ്ശൂർ ജയിച്ചതിനെക്കുറിച്ച് എന്തൊക്കെ പറഞ്ഞാലും അത് ഫലിക്കില്ല, അല്ലെങ്കിൽ അത് അങ്ങോട്ട് ചിലവാക്കാൻ, അത് പറഞ്ഞു ഫലിപ്പിക്കാൻ എളുപ്പമല്ലാത്തത് കൊണ്ട് അത് അധികം പറയുന്നില്ല. കാരണം അതിനുള്ള ഒരു CPMകാർക്ക് തന്നെ അറിയില്ല, അവർക്ക് ഈ ഗ്രൗണ്ടിൽ നിന്ന് ഫീഡ്ബാക്ക് കിട്ടും. ഒരു കാര്യം പറഞ്ഞിട്ട് അത് ഏൽക്കുന്നുണ്ടോ, അപ്പോൾ അത് ഏൽക്കുന്നില്ല എന്ന് മനസ്സിലായിട്ടാണ് ഇത് പറയാത്തത്. ഇവിടെ മുസ്ലിം ലീഗിനെ വർഗീയ പാർട്ടിയാക്കുന്നത് ഇപ്പോൾ തുടങ്ങിയ ഒരു കാര്യമല്ല. അത് 2021 തന്നെ പതുക്കെ അവർ ചെയ്യാൻ നോക്കിയിരുന്നു. പക്ഷേ അവർക്ക് ഇടയ്ക്ക് ഒരു ഘട്ടം വന്നപ്പോൾ അവർക്ക് തോന്നി പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് തറ പറ്റുകയാണെങ്കിൽ, അതായത് 44-52 സീറ്റൊക്കെ പോലെ ഒരു ഘട്ടം ഒരു പരാജയം ഏറ്റുവാങ്ങുകയാണെങ്കിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം കുഞ്ഞാലിക്കുട്ടിയും കൂടെ നിൽക്കുന്ന ഒരു വിഭാഗത്തെയെങ്കിലും അല്ലെങ്കിൽ പാർട്ടിയെ മൊത്തമായിട്ട് UDF നിന്ന് LDFിലേക്ക് എത്തിക്കാൻ പറ്റുമെന്ന്. പക്ഷേ CPMന്റെ കണക്കൂട്ടലുകളെല്ലാം തെറ്റിയത് എന്താണെന്ന് വെച്ചാൽ കോൺഗ്രസിന് 99 സീറ്റ് കിട്ടി. അപ്പോൾ ലീഗിൽ തന്നെ 2 മനസ്സുമായിട്ട് നിന്ന കുഞ്ഞാലിക്കുട്ടി സാഹിബും മറ്റ് കുറേ നേതാക്കളും ഒക്കെ അവരും തങ്ങളും എല്ലാം തീരുമാനിച്ചു, ഇനിയിപ്പോൾ എന്തു വന്നാലും UDFന്റെ കൂടെ നിൽക്കാം എന്ന് തീരുമാനിച്ചു. അങ്ങനെ CPM കരുതി വെച്ചിരുന്നത് അവരുടെ സ്വപ്നങ്ങളൊക്കെ അത് ആവിയായി. അപ്പോൾ കിട്ടാത്ത മുന്തിരി പുളിക്കും എന്ന രീതിയിൽ ഇപ്പോൾ സന്ദീപ് വാര്യരുടെ കോൺഗ്രസിന് CPMലേക്ക് കിട്ടാത്തത് കോൺഗ്രസിന് പോയപ്പോൾ ഇവിടെ പാലക്കാടത്തെ CPMന്റെ ഏറ്റവും അവസാനത്തെ പൂഴിക്കടകൻ ഇവിടെ മുസ്ലിം വോട്ടുകൾ CPMലേക്ക് എത്തിക്കുക, അതുവഴി കോൺഗ്രസ് തോക്കുക, BJP ജയിക്കുക എന്നുള്ളതാണ് ഇപ്പോഴത്തെ ഏറ്റവും അവസാനം അവർ നടത്തിയ ഒരു സ്ട്രാറ്റജി. അപ്പോൾ അതുപോലെയുള്ള പല കളികൾ CPM കളിക്കുന്ന ആ കളികളിലെ ഒരു കളി മാത്രമാണ്. നമുക്ക് പിന്നെ കുറച്ചൊക്കെ ഈ രാഷ്ട്രീയം മനസ്സിലാകുന്നതുകൊണ്ടാണ് നമ്മൾ ഇതൊക്കെ മനസ്സിലാക്കുന്നത്. സാധാരണ പൊതുജനത്തിനൊന്നും ഇത് മനസ്സിലാകുന്നില്ല എന്നുള്ളതാണ് ഇതിൻ്റെ അകത്ത് ഏറ്റവും വലിയ തമാശ. ശരി, ശ്രീ OK ഫാറൂഖ്, ഇതൊക്കെ ശരി. ഇപ്പോൾ പാലക്കാട് ഇതൊക്കെയാണോ വിഷയം എന്ന് ചോദിച്ചാൽ ഇതല്ല വിഷയം. പാലക്കാട് നിങ്ങൾ പറഞ്ഞ പോലെ പലതരത്തിലുള്ള വിഷയങ്ങളുണ്ട്. പാലക്കാട് മണ്ഡലത്തെക്കുറിച്ചുള്ള പരാതികളും വിമർശനങ്ങളും എല്ലാമുണ്ട്. പക്ഷേ BJPയെ സംബന്ധിച്ച് ഞാൻ ഇന്നലെയും ഞാനും പാലക്കാടുണ്ടായിരുന്ന ആളാണ്. പാലക്കാട് BJPയുടെ പ്രവർത്തനം അച്ചടക്കത്തോടെ എണ്ണയിട്ട യന്ത്രം പോലെ നിശബ്ദമായ പ്രചാരണമാണ് അവരാണ് നടത്തുന്നത്. അതിൻ്റെ ലക്ഷ്യം BJP നേതാക്കൾ തന്നെ വിശദീകരിക്കുന്ന അവർക്ക് പരമാവധി പോൾ പെർസെൻറ്റേജ് കൂട്ടുക എന്നുള്ളതാണ്. പോൾ പെർസെൻറ്റേജ് ചേലക്കരയും വയനാടും കുറഞ്ഞതുപോലെ കുറഞ്ഞു പോയാൽ അവരുടെ ജയസാധ്യതയെ അത് ബാധിക്കും എന്നുള്ളതാണ്. അവർ വിജയത്തിലേക്കാണ്, അവർ വിജയിക്കാൻ വേണ്ടി തന്നെയാണ് ആ പണിയെടുക്കുന്നത്. RSS ആണ് അടിത്തട്ടിൽ അവർക്ക് വേണ്ടി പണിയെടുക്കുന്നത്. പക്ഷേ കോലാഹലം മുഴുവൻ LDFും UDFും തമ്മിലാണ്. പലതും നോൺ ഇഷ്യൂ എന്ന് തോന്നിക്കുന്ന പല വിഷയങ്ങളും പരസ്പരം ആരോപിക്കുന്നു. ഇല്ലാത്ത കള്ളനോട്ടിന് വേണ്ടി, കള്ളപ്പണത്തിന് വേണ്ടി പുറകെ ഓടുന്നു. എന്തൊക്കെയോ വിഷയങ്ങൾ കൊടകര ഉൾപ്പെടെ അവിടെ ചർച്ചയാവുന്നു. പക്ഷേ BJP അവരുടെ അജണ്ട അനുസരിച്ച് അവർ എണ്ണയിട്ട യന്ത്രം പോലെ പ്രവർത്തിക്കുകയാണ്. അങ്ങനെ ഒരു സാഹചര്യത്തിൽ ഈ നിങ്ങൾ തമ്മിലുള്ള അടിയിൽ ഏതെങ്കിലും പാർട്ടി കൂടുതൽ വോട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പിടിച്ചാൽ BJP ജയിച്ചു എന്നൊരു സാഹചര്യം ഇല്ലേ പാലക്കാട്? ഇല്ല, ഇവിടെ ശ്രീ ആനന്ദ് കൊച്ചുകൂടി പറഞ്ഞ ഒരു കാര്യത്തോട് ഞാൻ യോജിക്കുകയാണ്. അദ്ദേഹം പറഞ്ഞു CPMനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ BJP ജയിച്ചാലും കുഴപ്പമില്ല, UDF ജയിക്കരുത് എന്നുള്ളതാണ്. യഥാർത്ഥത്തിൽ അത് തന്നെയാണ് CPM ഇവിടെ കരുതുന്നതും അവർക്ക് ആവശ്യവും അത് തന്നെയാണ്. അത് കേരളത്തിൽ അടുത്ത നിയമസഭാ തിരഞ്ഞെടുപ്പിന് വേണ്ടി കൂടിയാണ്. ഞാനൊരു കാര്യം പറയട്ടെ ശ്രീ അജിംസേ, മുഖ്യമന്ത്രി ഇവിടെ എത്രയോ വേദികൾ വന്ന് പ്രസംഗിച്ചു. എവിടെയെങ്കിലും BJPയെ കുറിച്ച് ഒരു അക്ഷരം മിണ്ടിയത് നിങ്ങൾ എവിടെയെങ്കിലും കണ്ടോ? BJP സംസാരിച്ചു ഫാറൂഖ്. മേപ്പറമ്പിൽ നടന്ന പൊതുയോഗത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ പ്രധാനപ്പെട്ട ഫോക്കസ്
BJP വിമർശനമായിരുന്നു, രാജ്യം ഫാഷിസത്തിലേക്ക് പോവുകയാണ്, LDFന് വോട്ട് ചെയ്യൂ, ഞങ്ങളാണ് ഫാഷിസത്തെ ചെറുക്കുന്നത് എന്നാണ് അദ്ദേഹം പ്രസംഗിച്ചത് അവിടെ മേപ്പറമ്പിൽ. അല്ല അല്ല ആ ചർച്ചയ്ക്ക് ഇപ്പോൾ എവിടേക്ക് പോയി എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ. ഇപ്പോൾ അത് കൂടുതൽ ചർച്ചയാകരുതെന്ന് കരുതിയിട്ടാണല്ലോ ഇപ്പോൾ പാണക്കാട്ടെ കുടുംബത്തെ ഇങ്ങോട്ട് വലിച്ചഴിച്ചിരിക്കുന്നത്. അപ്പോൾ ആ കാര്യം ഞാൻ പറയുന്നത്. മുഖ്യമന്ത്രി ഇവിടെ ഒരു കാര്യം പറയാം. ഇപ്പോൾ BJPയുടെ കാര്യവുമായി ബന്ധപ്പെട്ട് ഇവിടെ പറഞ്ഞു, BJP അവരുടെ എല്ലാ സംവിധാനങ്ങളും ഉപയോഗിച്ചൊരു തെരഞ്ഞെടുപ്പ് നടന്നിട്ടുണ്ട്. ഇത്ര ഐക്യത്തോടു കൂടി നടന്നൊരു തെരഞ്ഞെടുപ്പുണ്ട്. ഏതാണെന്നറിയോ? 2021 തെരഞ്ഞെടുപ്പ്. ആ 2021 തെരഞ്ഞെടുപ്പിൽ ഇവിടുത്തെ ശ്രീധരനെ പോലുള്ള മെട്രോമാൻ ഇവിടെ മത്സരിച്ചു. നരേന്ദ്രമോദിയും അമിത്ഷയും ഇവിടെ വന്നു. അവരെല്ലാവരും തെരഞ്ഞെടുപ്പ് പ്രചരണം നടത്തിയിട്ട് പോലും ഇവിടെ കാവിക്കൊടി പാറാൻ സമ്മതിക്കാത്ത വളരെ മതേതരത്വമുള്ള ഒരു മണ്ണാണ് ഈ മണ്ണ്. അതോടൊപ്പം തന്നെ ഞാൻ ഒരു കാര്യം കൂടി പറയുന്നു. ഇനി നേരത്തെ ഇവിടെ ആരോ സൂചിപ്പിച്ചതുപോലെ CPM വോട്ട് UDFന് കിട്ടാറുണ്ട് എന്നുള്ളതാണ്. ഞാനത് ഇല്ല എന്നാണ് ഞാൻ പറയുന്നത്. അത് കണക്കിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ പറയാൻ തയ്യാറാവുന്നത്. എങ്ങനെയാണ് CPM വോട്ട് UDFന് കിട്ടിയെന്നത്? ഏത് കണക്കിൻ്റെ അടിസ്ഥാനത്തിലാണ് പറയുന്നത്? 2011 എടുക്കാം. 2011 ഇടതുപക്ഷത്തിന് ഇവിടെ കിട്ടിയ പെർസെൻറ്റേജ് എന്ന് പറയുന്നത് 35% വോട്ടാണ്. 19.8% വോട്ടാണ് അന്ന് BJPക്ക് ഉണ്ടായിരുന്നത്. അന്ന് UDFന് 41 സംതിങ് ആണ്. എന്നാൽ 2021 വന്നപ്പോൾ 10 വർഷത്തിന് ശേഷം ഇവിടെ 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 35% ഉണ്ടായിരുന്ന CPMന്റെ ഇടതുപക്ഷത്തിൻ്റെ വോട്ട് 25% ചുരുങ്ങിയിരിക്കുന്നു. എന്നാൽ UDFന്റെ വോട്ട് കൂടിയിട്ടില്ല. 41 എന്നുള്ളത് 39 എത്തിയിരിക്കുകയാണ്. BJPയുടെ 19.8 എന്നുള്ളത് 35% പോയിരിക്കുന്നത്. അപ്പോൾ ഒരിക്കലും ഇവിടെ കോൺഗ്രസിനും UDFനും വോട്ട് കിട്ടി എന്ന് ഇങ്ങനൊരു പ്രചരണം നടക്കുന്നുണ്ട്. അത് സത്യത്തിൽ കണക്കുകളുടെ അടിസ്ഥാനത്തിൽ ശരിയല്ല എന്നുള്ളത് തന്നെയാണ് പറയുന്നത്. ഇനി ഇവിടെ അടുത്തൊരു ഡീൽ നടക്കുകയാണ്. ആ ഡീലിൽ ഈ ഇടതുപക്ഷവും BJPയും ഒരുമിച്ച് നിന്നുകൊണ്ട് UDFനെ തോൽപ്പിക്കുക, അതിനുവേണ്ടി പലതും കൊണ്ടുവന്നു. ഇവിടെ ഞാൻ പറഞ്ഞല്ലോ, വർഗീയതയും മതേതരത്വവും തമ്മിലൊരു പോരാട്ടമാണ്. മതനിരപേക്ഷ ഒരു പാലക്കാടിൻ്റെ മണ്ണ്, അവിടെ വർഗീയത വരരുത് എന്ന് ആഗ്രഹിക്കുന്ന ജനങ്ങളുണ്ട്. അതിനിടയിൽ ഇവിടെ ചില ചർച്ചകൾ, ഇവിടെ ഞാൻ പറയുന്നു, ഇവിടുത്തെ എല്ലാ ചർച്ചയുണ്ട്, എല്ലാ കാര്യങ്ങളും ചർച്ച ചെയ്യുന്നുണ്ട്. ഈ കേരള ഗവൺമെൻറ്റിൻ്റെയും കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെയും ജനദ്രോഹ നയങ്ങൾ ചർച്ച ചെയ്യുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഇവിടെ പെട്ടി വിവാദം, നേരത്തെ പറഞ്ഞു നിങ്ങൾ, പെട്ടി വിവാദം കൊണ്ടുവന്നു. ആ പെട്ടി എന്താ ഉണ്ടായത്? ഒരു മന്ത്രി അദ്ദേഹത്തിൻ്റെ അധികാരം ഉപയോഗിച്ച് ഇല്ലാത്ത കഥ ഉണ്ടാക്കി CAയെ വിളിച്ച് ഇലക്ഷൻ കമ്മീഷനെ പോലും കൂടെ കൂട്ടാതെ ഇവിടെ വന്നൊരു പെട്ടിക്കഥയുമായി വന്ന് ആ പെട്ടി ഞങ്ങളെല്ലാം ഗോദ്രേജിൻ്റെ പൂട്ടേണ്ട ഒരു അവസ്ഥയിലേക്ക് എത്തി. രണ്ടാമത് വീണ്ടും വിഷയം മാറ്റി കൊണ്ടുവന്നു. എന്താണ്? സ്പിരിറ്റ് കുപ്പി പിടിച്ചു എന്ന് പറഞ്ഞ ഈ മന്ത്രി MB രാജേഷ് എന്ന് പറയുന്ന മന്ത്രി വേറൊരു വിവാദം വന്നു. അതാണ് സ്പിരിറ്റ് കുപ്പി. ആ സ്പിരിറ്റ് കുപ്പിയും പൊട്ടിപ്പോയി. അത് ലോക്കൽ കമ്മിറ്റി അംഗങ്ങളാണ് അതെല്ലാം കൊണ്ടുവന്നത് എന്നുള്ളതും ഇവിടെ കണ്ടു. അപ്പോൾ മനഃപൂർവ്വമായി ഇവിടുത്തെ പല വിഷയങ്ങളും, പല ജനകീയ വിഷയങ്ങളും ഇവിടെ ചർച്ച ചെയ്യാം. അതുകൊണ്ട് ഞാൻ NN കൃഷ്ണദാസിന്റെ വാക്കുകൾ കടമെടുക്കുകയാണ്. NN കൃഷ്ണദാസ് എന്താ പറഞ്ഞത്? അത്തരം പെട്ടികളൊക്കെ ജനങ്ങൾക്കറിയാം. LDFന്റെ തുടക്കം മുതലുള്ള പ്രചാരണം നിങ്ങളുടെ സ്ഥാനാർത്ഥി നിർണയം തന്നെയാണ്. രാഹുൽ മാങ്കൂട്ടത്തിനെ സ്ഥാനാർത്ഥിയാക്കുന്നതിലുള്ള കോൺഗ്രസിൽ തന്നെയുള്ള എതിർപ്പ് അവർ സമർത്ഥമായി ഉപയോഗിച്ച് നിങ്ങളിൽ നിന്നൊരാളെ അടർത്തിയെടുത്ത് അവർ സ്ഥാനാർത്ഥിയാക്കി. അവിടെ അവരുടെ പ്രധാനപ്പെട്ട ഫോക്കൽ പോയിന്റ് നിങ്ങളുടെ സ്ഥാനാർത്ഥി തന്നെയാണ്. പിന്നെ അവരത് പറയില്ലേ? ആ സ്ഥാനാർത്ഥിക്കെതിരായിട്ടുള്ള ആരോപണങ്ങളാണ് തുടർച്ചയായി ഉന്നയിക്കപ്പെടുന്നത് LDFിൽ നിന്ന്. CPMന്റെ ഒരു അവസ്ഥ നോക്കുകയാണ്. പാലക്കാട് പോലുള്ള ഒരു മണ്ണാണ്. പാലക്കാട് മണ്ണെന്ന് പറയുന്നത് ഇവിടെ EMS മത്സരിച്ച് ജയിച്ചും മുഖ്യമന്ത്രിയായ മണ്ണാണ്. ഇവിടെ VS അച്യുതാനന്ദനും ഈ പാലക്കാട് ജില്ലയിൽ മത്സരിച്ച് മുഖ്യമന്ത്രിയായ വ്യക്തിയാണ്. EK നായനാർ ഇവിടെ നിന്ന് മത്സരിച്ച വ്യക്തിയാണ്. AK ബാലൻ, കണ്ണൂരിൽ നിന്നുള്ള AK ബാലൻ പോലും ഇവിടെ മത്സരിച്ച് മന്ത്രിയായ വ്യക്തിയാണ്. ശിവദാസ മേനോൻ പോലുള്ള പരിണിതപ്രജ്ഞനായ നേതാവ് ഇവിടെ മത്സരിച്ച് ധനമന്ത്രിയായ ഒരു പാലക്കാടാണ്. ആ പാലക്കാടിൻ്റെ മണ്ണിൽ പോലും ഒരു നല്ല സഖാവിനെ പോലും കണ്ടെത്താൻ കഴിയാതെ അധികാരത്തിൻ്റെ അപ്പക്കഷ്ണം തലേ ദിവസം BJPയുടെ ആഫീസിൻ്റെ മുന്നിൽ പോയി ഡോറ് കൊട്ടിയിട്ട് സീറ്റ് കിട്ടുമോ എന്ന് ചോദിച്ചൊരു
വ്യക്തിയെയാണ് കൊണ്ടുപോയത്. ഇതൊക്കെ ഇവിടെ എത്രയോ ചർച്ച ചെയ്തതാണ്. അങ്ങനത്തെ ദയനീയ അവസ്ഥയിൽ ഞാൻ ഒരു കാര്യം പറയും ശ്രീ അജിംസെ, ഇവിടുത്തെ യഥാർത്ഥ കമ്മ്യൂണിസ്റ്റുകാരും യഥാർത്ഥ ഇടതുപക്ഷക്കാരും അരിവാൾ ചുറ്റിക നക്ഷത്രമില്ല എന്നുള്ളത് കൊണ്ട് സങ്കടമുണ്ട്. അവരെല്ലാം കാത്തിരിക്കുകയാണ്, അവരെല്ലാം UDF വേണ്ടി വോട്ട് ചെയ്യാൻ കാത്തിരിക്കുകയാണ്. പിന്നെ UDF പുറകിൽ പോയവരെല്ലാവരും ഉണ്ട്. UDF ആളുകൾ എവിടെയൊക്കെ പോകുന്നു എന്ന് പറഞ്ഞു. ഞാൻ ഒരു കാര്യം പറയാം, ഒരു പരൽമീന് പോകുന്നു എങ്കിൽ ഞങ്ങൾ നല്ല കണ്ണൻ സ്രാവുകളെ നല്ല സ്രാവുകളെയാണ് ഇങ്ങോട്ട് എത്തിച്ചിരിക്കുന്നത്. നിങ്ങൾ ഓർക്കണം. ഇപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ കിട്ടാത്ത മുന്തിരി പുളിക്കുമെന്ന് പറഞ്ഞ പോലെ പലതും പറഞ്ഞു നടക്കുകയാണ്. ഞങ്ങൾ വീണ്ടും പറയുന്നു, വിദ്വേഷത്തിന്റെ വെറുപ്പിന്റെ കമ്പോളത്തിൽ നിന്ന് ആരെങ്കിലും അവിടുത്തെ മലിനമായ പുക അത് ഇനി ശ്വസിക്കാൻ വയ്യെന്ന് പറഞ്ഞ് സ്നേഹത്തിന്റെ കടയിലേക്ക് വരുമ്പോൾ അവർക്ക് മെമ്പർഷിപ്പ് കൊടുക്കാൻ എന്നും ഞങ്ങൾ ഉണ്ടാകും. ശ്രീപ്രകാശൻ മാസ്റ്റർ, SDPI, വെൽഫെയർ പാർട്ടി, PDP ഇവരൊക്കെ UDF പിന്തുണയ്ക്കും. ഈ PDP ഇപ്പോൾ LDF പിന്തുണയ്ക്കുന്നത് നമുക്കറിയില്ല. ഓക്കെ, ഇവരൊക്കെ UDF പിന്തുണയ്ക്കുന്നതാണ് നിങ്ങൾ ഈ വർഗീയ ശക്തികളെ കൺസോളിഡേറ്റ് ചെയ്യുന്ന ആരോപണത്തിന് വേണ്ടി. ഞാൻ 2017 ഒരു വാർത്ത വായിക്കാം. മലപ്പുറം പറപ്പൂർ പഞ്ചായത്തിൽ SDPI, വെൽഫെയർ പാർട്ടി, PDP എന്നീ പാർട്ടികളുടെ പിന്തുണയോടെ CPM ഭരണത്തിൽ 5 കോൺഗ്രസ് മെമ്പർമാരും CPM സ്ഥാനാർത്ഥിയെ പിന്തുണച്ചു. ഇതിനെ തുടർന്ന് CPMന്റെ കാലടി ബഷീർ പഞ്ചായത്ത് പ്രസിഡന്റായി. 2017 ഈ അടുത്ത സമീപകാലത്തുണ്ടായ മറ്റൊരു വാർത്ത കാണാം. പത്തനംതിട്ടയിൽ SDPI ബന്ധം സമ്മതിച്ച് CPM, പ്രതിഷേധവുമായി CPI. പത്തനംതിട്ട നഗരസഭയിലാണ്. SDPI ബന്ധമില്ലാതെ മുന്നോട്ട് പോകാൻ കഴിയില്ലെന്ന് CPM നിലപാട് വ്യക്തമാക്കിയതോടെ പരസ്യ പ്രതിഷേധവുമായി CPI. അവിടെ SDPI പിന്തുണയോടെ ഭരണത്തിലിരിക്കുന്നതിനെ കുറിച്ചാണ് LDF തന്നെ വിമർശനം. അപ്പോൾ നിങ്ങളെ പിന്തുണയ്ക്കുമ്പോഴൊക്കെ അവർ നല്ല ആളുകൾ, UDF പിന്തുണച്ചാൽ തീവ്രവാദികൾ, അവരെ വിമർശിക്കുകയല്ല ചെയ്യുന്ന, തീവ്രവാദികൾ എന്ന് വിളിച്ച് അകറ്റി നിർത്തുകയാണ്. അജിംസ് എത്രമാത്രം പ്രയാസപ്പെട്ടിട്ടാണ് മാർക്സിസ്റ്റ് വിരുദ്ധ പത്രങ്ങളിൽ നിന്ന് ഈ വാർത്ത തപ്പിക്കൊണ്ട് വരുന്നത്. ഇപ്പോൾ 2 മാർക്സിസ്റ്റ് വിരുദ്ധമാർ സംസാരിച്ചപ്പോൾ അജിംസ് ഒരു മിനിറ്റ് പോലും ഇടപെട്ടില്ലല്ലോ. ഞാൻ സംസാരിക്കുമ്പോൾ 8 തവണയല്ലേ നിങ്ങൾ ഇടപെട്ടത്. പിന്നെ ഇവിടെ ഇപ്പോൾ കോൺഗ്രസ്സുകാർക്കും BJPക്കാർക്കും പ്രയാസം ഉണ്ടാകുന്നത് വളരെ വ്യക്തമാണ്. കാരണം ഒരു കാലത്തും നേരിട്ടിട്ടില്ലാത്ത പ്രതിസന്ധിയാണല്ലോ അവരിപ്പോൾ നേരിട്ടുകൊണ്ടിരിക്കുന്നത്. ഇവിടെ പറഞ്ഞല്ലോ പരൽമീനുകളാണ് പോയതെന്ന്. സ്ഥാനാർത്ഥി LDF സ്ഥാനാർത്ഥി അവർക്ക് പരൽമീൻ. ഇവിടെ യൂത്ത് കോൺഗ്രസിന്റെ നേതാവ് ഷാഹിബ്, അതിൻ്റെ യൂത്ത് കോൺഗ്രസിന്റെ നേരത്തെ സെക്രട്ടറിയാണ്, അദ്ദേഹം പരൽമീൻ. യൂത്ത് കോൺഗ്രസിന്റെ പാലക്കാട് മുൻ മണ്ഡലം പ്രസിഡന്റ് PG വിമൽ പരൽമീൻ. ദളിത് കോൺഗ്രസിന്റെ മണ്ഡലം പ്രസിഡന്റ് KS സുരേഷ് പരൽമീൻ. അതുപോലെ തന്നെ പിരായിരി പഞ്ചായത്ത് അംഗം സീതാര ശശിയും കോൺഗ്രസിന്റെ മണ്ഡലം സെക്രട്ടറി ശശി അവർ പരൽമീൻ. യൂത്ത് കോൺഗ്രസിന്റെ പാലക്കാട് ഈസ്റ്റ് മുൻ മണ്ഡലം പ്രസിഡന്റ് ഹക്കീം കൽമണ്ഡലം പരൽമീൻ. യൂത്ത് കോൺഗ്രസിന്റെ അലയനെല്ലൂർ മണ്ഡലം മുൻ പ്രസിഡന്റ് നജീബ്, അദ്ദേഹം പരൽമീൻ. അല്ലേ, എത്ര നേതാക്കന്മാരാണ് മരിച്ചവന്റെ ശരീരത്തിൽ നിന്ന് പേൻ ഇറങ്ങിപ്പോകുന്ന പോലെ കോൺഗ്രസ് ഇറങ്ങിപ്പോയിരിക്കുന്നത്. എന്നിട്ട് അവർ കിട്ടിയിരിക്കുന്ന സ്രാവേതെന്നറിയോ? മഹാത്മാഗാന്ധിയെ കൊന്നത് ശരിയാണ് എന്ന് പറയുന്ന സന്ദീപ് വാര്യർ. അതുപോലെ തന്നെ നമ്മുടെ കോൺഗ്രസിന്റെ പ്രസിഡന്റ് രാഹുൽ ഗാന്ധിയെ, അദ്ദേഹത്തെ കുതിരവട്ടത്തേക്ക് അയക്കണം എന്ന് പറഞ്ഞിരിക്കുന്ന മനുഷ്യൻ, അവർക്ക് സ്രാവ്. നാണക്കേടെ, നിന്റെ പേരോ കോൺഗ്രസ് എന്ന് ചോദിക്കുന്ന ആരാ? ഈ സന്ദീപ് വാര്യർ ക്രിസ്റ്റൽ ക്ലിയർ സഖാവാകും, അദ്ദേഹം നല്ല മനുഷ്യനാണെന്നൊക്കെ പറഞ്ഞ് CPMന്റെ കേന്ദ്ര കമ്മിറ്റി ബാലനാണ്. ഞാൻ ചോദിക്കുകയാണ് ശ്രീ പ്രകാശ് മാസ്റ്റർ, ഈ സന്ദീപ് വാര്യർ, ഗാന്ധി സന്ദീപ് വാര്യർ നല്ല മനുഷ്യനാണ്, അദ്ദേഹം ക്രിസ്റ്റൽ ക്ലിയർ കോമ്രേഡ് ആകും എന്ന് പറഞ്ഞത് CPM കേന്ദ്ര കമ്മിറ്റി അംഗം AK ബാലനാണ്. അജിംസിന് രാഷ്ട്രീയം ഉണ്ടാവും. അജിംസിന് രാഷ്ട്രീയം ഉണ്ടാവും. അജിംസിന് രാഷ്ട്രീയത്തിനെതിരായിട്ട് പറയുമ്പോൾ നിങ്ങൾക്ക് വേദന ഉണ്ടാവും. എന്റെ രാഷ്ട്രീയത്തിലല്ല, അങ്ങയുടെ നേതാക്കൾ പറഞ്ഞ കാര്യങ്ങളെ കുറിച്ചാണ് ഞാൻ ഓർമ്മിപ്പിക്കുക മാത്രമാണ്. ഇതിൽ എനിക്ക് എന്ത് രാഷ്ട്രീയം? പ്രകാശ് മാസ്റ്റർ, ഇല്ല, ഞാൻ ചോദിച്ചു, ഞാൻ അവരോട് ചോദിക്കുന്നുണ്ട്, അവരോട് ഇടപെടുന്നുണ്ട്. ഞാൻ അങ്ങയോട് ചോദിക്കുന്ന ഒരു ചോദ്യം, സന്ദീപ് വാര്യർ ഒരു വർഗീയവാദിയാണ്, കാളിയനാണ് എന്നാണ് മന്ത്രി MP രാജേഷ് പറയുന്നത്. ഈ കാളിയനെ പറ്റിയാണ് AK ബാലൻ പറയുന്നത്, അദ്ദേഹം നല്ല മനുഷ്യനാണ്, ക്രിസ്റ്റൽ ക്ലിയർ കോമ്രേഡ് ആകും. ഒരു കാര്യം അജിംസോട് പറയാം. അജിംസെ, ഞാനൊരു കാര്യം പറയാം. നിങ്ങൾ ക്ഷണിച്ചിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. അല്ല, ഞാനിവിടെ കാര്യം വന്നൊന്നുമല്ല. നിങ്ങൾ ഞാൻ പറയുന്ന കാര്യം കേൾക്കാൻ അനുവദിക്കില്ല എന്ന് പറഞ്ഞ നിലപാട് എങ്ങനെ സ്വീകരിക്കുന്നത്? അങ്ങ് പറഞ്ഞോളൂ. നിങ്ങൾ തന്നെ അങ്ങ് പറയുന്ന അങ്ങയുടെ പാർട്ടി നേതാക്കൾ പറഞ്ഞ കാര്യത്തിൽ അങ്ങയുടെ ശ്രദ്ധയിൽപ്പെടുത്താണ്, അല്ലാണ്ട് അങ്ങേ തടസ്സപ്പെടുത്തുകയല്ല, അങ്ങ് തുറന്നോളൂ. അതാ പറഞ്ഞത്. ഞാൻ നേരെ സംസാരിക്കുമ്പോൾ നിങ്ങൾ മിണ്ടാതിരിക്കുന്നത്. നിങ്ങൾക്ക് ഒരുപാട് ചോദ്യം ഉണ്ടാവും. നിങ്ങൾക്ക് ഞാൻ പറഞ്ഞ ഇഷ്ടമല്ലാത്തതോട് പല ചോദ്യം ഉണ്ടാവും. പക്ഷേ നിങ്ങൾ ഇവിടെ മറ്റു പാർട്ടിക്കാർ പറയുമ്പോൾ മിണ്ടിയില്ലല്ലോ, മിണ്ടുന്നില്ല. നിങ്ങൾ ഞാൻ സംസാരിക്കുമ്പോൾ നിങ്ങൾക്ക് എന്താ ചോദ്യം? നേരത്തെ നിങ്ങൾ 8 തവണ സംസാരിച്ചു, ഇപ്പൊ നിങ്ങൾ 3 തവണ ഇടപെട്ടു. എന്തിനു വേണ്ടിയാ നിങ്ങൾ എന്നെ സംസാരിക്കപ്പെടുന്നത്? കോടി കോൺഗ്രസിന്റെ ആളുകൾക്ക് കൊടുത്തു വന്ന് BJPയുടെ പ്രസിഡന്റ് പറഞ്ഞ കാര്യം എപ്പോഴെങ്കിലും ഉണ്ടോ? ചരിത്രത്തിലുണ്ടോ? 14 കോടി BJP കിട്ടിയിട്ട് അത് കാണുന്നില്ല എന്ന് പറഞ്ഞൊരു ചരിത്രം എപ്പോഴെങ്കിലും ഉണ്ടോ?
നേരത്തെ കൊടകരയിലുള്ള സംഭവവുമായി ബന്ധപ്പെട്ട് പാലക്കാട് തെരഞ്ഞെടുപ്പല്ലേ ഈ പറയുന്ന കള്ളപ്പണം കൊണ്ടുവന്നത് എപ്പോഴെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? ഇവിടെ നിങ്ങൾ പറയുന്നു സ്പിരിറ്റ് കൊണ്ടുവന്നത്. ആരാ സ്പിരിറ്റ് കൊണ്ടുവന്നത്? വണ്ണാമ്പടം എത്തിവിട്ട് മുരളി എന്ന് പറയുന്ന ആരാ? നിലവിലുള്ള കോൺഗ്രസ് സ്ഥാനാർത്ഥിക്ക് അറിയാത്ത ആളാണോ? ഷാഫി പറമ്പലിന്റെ ഏറ്റവും അടുത്ത സുഹൃത്തല്ലേ അദ്ദേഹം? ജില്ലാ പഞ്ചായത്ത് അംഗമായിട്ടുള്ള ഗോപാലസ്വാമി കൗണ്ടറുടെ സഹോദരപുത്രനല്ലേ അദ്ദേഹം? അദ്ദേഹത്തിന് കഴിയുന്നല്ലേ 1326 ലിറ്റർ സ്പിരിറ്റ് പിടിച്ചത്? ഇവിടെ കള്ളപ്പണം കൊണ്ടുവന്നത് നമുക്ക് തെളിവുകായിട്ട് കാണാൻ വേണ്ടി കഴിയുന്നല്ലോ. നിങ്ങൾക്ക് രക്ഷിക്കാൻ താല്പര്യം ഉണ്ടാവും. ഇവിടെ രാഷ്ട്രീയ ധാർമ്മികതയുടെ എല്ലാ കാര്യങ്ങളും ലംഘിക്കാണ് കോൺഗ്രസും BJPയും ചേർന്ന്. കള്ളപ്പണത്തിന് BJPക്കാരുടെ ഇപ്പൊ നിങ്ങൾക്ക് ഓർമ്മയുണ്ടല്ലോ, കഴിഞ്ഞ BJP സ്ഥാനാർത്ഥി പറഞ്ഞതെന്താ? വേണമെങ്കിൽ കേരളത്തിലെ മുഖ്യമന്ത്രിയാവാൻ ഞാൻ തയ്യാറാണ്. അതിനുവേണ്ടി ഓഫീസ് തുറന്നല്ലേ കഴിഞ്ഞ പാലക്കാട് BJP സ്ഥാനാർത്ഥി. അവിടെ BJPക്കാരെന്തും പറയും. ഞങ്ങൾ 40,000 സീറ്റുള്ള ഞങ്ങൾ ഒന്നുമല്ല, 40,000 വോട്ടുണ്ടല്ലോ ഞങ്ങളാ. അവിടെ ഈ പറഞ്ഞ 2 തെരഞ്ഞെടുപ്പ് പരിശോധിക്കും 38,000 40,000 വോട്ടുണ്ടല്ലോ ഞങ്ങൾക്ക്. ഞങ്ങളൊന്നുമല്ല. പിന്നെ ആരാ വലിയ ആളാരാ? ഇവിടെ 46,000 വോട്ടുള്ള കോൺഗ്രസ് ഏറ്റവും വലിയ ആൾ. മറ്റേ ആള് പ്രശ്നമേ അല്ല. ഞങ്ങൾക്ക് ഒരു കാര്യം ഉറപ്പിച്ച് പറയാൻ വേണ്ടി കഴിയും. ഇവിടെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ തൃശ്ശൂരിൽ എങ്ങനെയാ കേന്ദ്രമന്ത്രിയെ ജയിപ്പിച്ചത്? ആരാ? 86,000 വോട്ട് അവിടെ കോൺഗ്രസിന് കുറഞ്ഞു. 76,000 വോട്ടിന് അദ്ദേഹം ജയിച്ചു. ഞങ്ങളുടെ വോട്ട് 6,000 കൂടി. എവിടെ നിഷേധിക്കാൻ വേണ്ടി കഴിയോ? കോൺഗ്രസ്സുകാർ BJPക്ക് വോട്ട് വിറ്റിട്ട് അത് ചർച്ചയല്ല. കോൺഗ്രസ്സുകാരും ലീഗും BJPക്കാരും ഒന്നിച്ചിട്ട് വടകരി മത്സരിപ്പിച്ചപ്പോൾ അത് വാർത്തയല്ല. അത് BJPക്കാരുമായിട്ട് സഖ്യമല്ല. ഞങ്ങളെന്തോ BJPക്കാർ ജയിപ്പിക്കാൻ ശ്രമിക്കുന്നതാണ്. ഞങ്ങൾക്ക് ഒരു കാര്യം ഉറപ്പിച്ച് പറയാൻ വേണ്ടി കഴിയും. ഞങ്ങളുടെ പാർട്ടി BJPയെ തറപറ്റിക്കാൻ ശ്രമിക്കുന്ന പാർട്ടിയാണ്. ഞങ്ങൾക്ക് ഉറപ്പിച്ച് പറയാൻ കഴിയും. ഞങ്ങളുടെ 218 പേരുടെ ജഡങ്ങൾ ഏറ്റുവാങ്ങേണ്ടി വന്നത് ഈ RSS BJPക്കാരന്റെ അക്രമത്തിന്റെ ഫലമായിട്ടാണ്. തനി RSSകാരനെ തലയിൽ കൊണ്ട് നടക്കുന്നു സന്ദീപ് വാര്യരെ. അതിനെപ്പറ്റി നിങ്ങൾക്ക് മിണ്ടാട്ടില്ല. ഇവിടെ കോൺഗ്രസ് നേതാക്കന്മാരെല്ലാം രാജിവെച്ച് വരുന്നു അയാൾ കൂട്ടുനിരതായിട്ട്. അതിനെപ്പറ്റി മിണ്ടാട്ടില്ല. ഞങ്ങൾക്കെന്തോ വലിയ തകരാറ് പറ്റിയിരിക്കുന്നു. സംസാരിച്ചപ്പോൾ ഞാൻ ഇടയ്ക്ക് ചോദിക്കായിരുന്നു, അങ്ങേക്ക് അത് മുഷിച്ചിലുണ്ടാക്കും എന്ന് കരുതിയാണ്. അല്ലാതെ അത് ഞാൻ സംസാരിക്കാൻ അനുവദിക്കുന്നില്ല എന്നൊരു ആരോപണം. ഞാൻ ഒറ്റ കാര്യം ചോദിച്ചോട്ടെ. അങ്ങ് പറഞ്ഞു വരുന്നതിനിടയിൽ ഈ കൊടകര കള്ളപ്പണ കേസിൽ ധർമ്മരാജൻ 4 കോടി ഷാഫി പറമ്പിൽ കൊടുത്തിട്ടുണ്ടെന്ന് K. സുരേന്ദ്രന്റെ പ്രസ്താവന അങ്ങ് ഉദ്ധരിക്കുകയുണ്ടായി. ഈ ഒരു വാദം സുരേന്ദ്രൻ പറഞ്ഞു മാത്രമേ നമുക്ക് അറിയാവുള്ളൂ. ഇത് ധർമ്മരാജന്റെ മൊഴിയിലോ EDക്ക് പോലീസ് കൈമാറിയ കത്തിലോ ഒന്നും സൂചിപ്പിച്ചിട്ടില്ല. എങ്കിൽ സുരേന്ദ്രൻ പറയുന്നു ഞാൻ 4 കോടി കൊടുത്തിട്ടുണ്ടെന്നുള്ള ആ മൊഴിയുടെ അടിസ്ഥാനത്തിൽ നിങ്ങൾക്കൊരു FIR ഇല്ലാത്തതുകൊണ്ടാണ്? അല്ലെങ്കിൽ പുതുതായി അത് പുനരന്വേഷണത്തിൽ അത് ഉൾപ്പെടാത്തതുകൊണ്ടാണ്? കള്ളപ്പണവുമായി ബന്ധപ്പെട്ട കേസ് എടുക്കേണ്ടത് കേരള ഗവൺമെന്റ് ആണോ? പുനരന്വേഷണം പ്രഖ്യാപിച്ചിട്ടുണ്ടല്ലോ. തിരൂർ സതീശന്റെ വെളിപ്പെടുത്തൽ പുനരന്വേഷണം പ്രഖ്യാപിച്ചിട്ടുണ്ടല്ലോ. ഷാഫിക്ക് 4 കോടി കൊടുത്തെങ്കിൽ അത് നിങ്ങൾക്ക് കിട്ടുന്ന ഒരു വലിയ ആയുധമല്ലേ? അത് അന്വേഷിക്കണ്ടേ? തിരൂർ സതീശൻ മാത്രമല്ലല്ലോ. ഇവിടെ ധർമ്മരാജൻ നേരത്തെ പറഞ്ഞ BJPയുടെ അദ്ദേഹം ഈ പറയുന്ന പോലെ ഇവിടുന്ന് കയറി വന്ന ആളല്ലോ. 2022 വരെ BJPയുടെ ഓഫീസ് സെക്രട്ടറിയല്ലേ അദ്ദേഹമല്ലേ പറഞ്ഞ ചാക്കിൽ കെട്ടിയിട്ട് അവിടെ ഈ കള്ളപ്പണം കൊണ്ടുവരുമ്പോൾ ഞാനുണ്ട്, അത് വാങ്ങിയിരിക്കുന്ന പേരെന്ന് പറഞ്ഞല്ലോ. അവരെല്ലാം ഇതിനായിട്ട് കേസുണ്ടല്ലോ. കേരള ഗവൺമെന്റ് കേസ് എടുത്തിട്ടുണ്ടല്ലോ. ഈ കേസ് സംബന്ധിച്ച് കൃത്യമായിട്ട് കേന്ദ്രം കേസെടുക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് കത്തയച്ചിട്ടുണ്ടല്ലോ കേരളത്തിലെ ഗവൺമെന്റ്. കേസ് എടുക്കുന്നില്ലല്ലോ കേന്ദ്രം. ഇവിടെ ബിരിയാണി ചെമ്മില് സ്വർണം കൊണ്ടുവന്നു എന്ന് പറഞ്ഞപ്പോൾ എന്തൊരു വെപ്രാളായിരുന്നു കോൺഗ്രസിനും BJPക്കും. ഇവിടെ ഖുറാനിനകത്ത് സ്വർണം കൊണ്ടുവന്നു. ഈത്തപ്പഴത്തിന് കുരു കളഞ്ഞ് സ്വർണം കൊണ്ടുവന്നു. ഇവിടെ വട്ടമിട്ട് പറക്കുകയായിരുന്നില്ലേ CBIയും അതുപോലെ തന്നെ കേന്ദ്ര ഗവൺമെന്റും എല്ലാം. അതായത് കോൺഗ്രസ് മുക്ത ഭാരതത്തിന് വേണ്ടി പണിയെടുക്കുന്ന BJP 4 കോടി രൂപ അവരുടെ കള്ളപ്പണത്തിൽ നിന്ന് എടുത്ത് ഷാഫി പറമ്പിലിന് കൊടുത്തെങ്കിൽ അത് തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കാനായിരിക്കുമല്ലോ. അപ്പൊ തെരഞ്ഞെടുപ്പ് അട്ടിമറി കേസെങ്കിലും എടുത്ത് അന്വേഷിക്കണം. നിങ്ങൾ അന്വേഷിക്കാത്തത് എന്തുകൊണ്ടാണ്? തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കാനാണ് നിങ്ങളോട് ആരാ പറഞ്ഞേ? ഈ കേസുമായി ബന്ധപ്പെട്ട് കേരള ഗവൺമെന്റ്, കേരള പോലീസ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പറ്റി കൊടുത്ത നിങ്ങൾക്കറിയോ? ഈ കള്ളപ്പണവുമായി ബന്ധപ്പെട്ട് അന്ന് കൃത്യമായിട്ട് ഇക്കാര്യം അന്ന് പോലീസെല്ലാം ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിയന്ത്രണത്തിലല്ലേ? തെരഞ്ഞെടുപ്പ് കമ്മീഷണർക്ക് ആ കാര്യം സംബന്ധിച്ച് കൃത്യമായ നിലക്ക് അന്ന് വിവരം കൊടുത്തിട്ടുണ്ടല്ലോ. അതുപോലെ തൃശ്ശൂരിലെ അസിസ്റ്റന്റ് ഡയറക്ടർ ഓഫ് ഇൻകം 28/21 അദ്ദേഹത്തിന് കത്തയച്ചിട്ടുണ്ടല്ലോ കേസെടുക്കണമെന്ന് പറഞ്ഞിട്ട്. ഈ കേരളത്തിലെ ഇന്റലിജൻസ് ഡിപ്പാർട്ട്മെന്റ് കേസെടുത്തോ? കേന്ദ്രത്തിന് പരാതി കൊടുത്തിട്ടുണ്ടല്ലോ ഈ കാര്യം സംബന്ധിച്ച് കേസെടുത്തോ? അല്ല, കേരള പോലീസിന് കേസെടുക്കാൻ എന്താണ്? ജനപ്രാതിനിധ്യ നിയമപ്രകാരം കേരള പോലീസിന് ഒരു കേസെടുക്കാൻ എന്താണ് തടസ്സം? കേരള പോലീസ് കേസെടുക്കാലോ. ജനപ്രാതിനിധ്യം അനുസരിച്ച് കേസെടുക്കേണ്ടത് ആരാ? തെരഞ്ഞെടുപ്പ് കാലത്ത് ഇലക്ഷൻ കമ്മീഷൻ നിങ്ങൾക്ക് അറിയോ? അല്ല, ഈ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നതിന് മുമ്പാണ് കാര്യം സംബന്ധിച്ച് അയച്ചിരിക്കുന്ന കത്തുണ്ടല്ലോ. അല്ല, ഈ കൊടകര കേസിൽ ഇത്രയും നിർണായകമായ ഒരു വെളിപ്പെടുത്തൽ ഷാഫിക്ക് 4 കോടി കൊടുത്തു എന്ന് ധർമ്മരാജൻ കൊടുത്തു എന്ന് സുരേന്ദ്രനാണ് പറയുന്നത്. അത് നിങ്ങൾ എപ്പോഴും ഉദ്ധരിക്കുന്നുണ്ട്. UDF ഇങ്ങനെ ചെയ്തു, കള്ളപ്പണം വാങ്ങിയെന്ന് ഉദ്ധരിക്കുന്നുണ്ട്. നിങ്ങൾക്ക് അത് അന്വേഷിക്കേണ്ടതാണ് എന്റെ ചോദ്യം. ഇപ്പൊ പുനരന്വേഷണം പ്രഖ്യാപിച്ച സാഹചര്യത്തിൽ അത് അന്വേഷിക്കണ്ടേ? ശ്രമിക്കരുത് അജാസ്.
അല്ല ഞാൻ പറയട്ടെ, പുനരന്വേഷണം പ്രഖ്യാപിച്ച സാഹചര്യത്തിലാണ് എന്റെ ചോദ്യം. പുനരന്വേഷണം പ്രഖ്യാപിച്ച സാഹചര്യത്തിൽ അതുകൂടി അന്വേഷിക്കുന്നതാണ് ചോദ്യം. നിങ്ങളല്ല പറയേണ്ടത്, ഞാനല്ല പറയേണ്ടത്. ഓക്കെ, നിങ്ങൾ പറയേണ്ട ആളല്ല ജിംസേ. ഞാൻ പറയുന്നില്ല, ഞാൻ ചോദിക്കുകയാണ്. ഞാൻ ചോദ്യം എന്ന് ആവർത്തിച്ച് പറയുന്നു. ചോദിക്കുമ്പോൾ അങ്ങ് അസഹിഷ്ണുവാവല്ലേ? ഞാൻ അങ്ങയുടെ വാക്കുകൾ കേൾക്കാൻ വേണ്ടിയാണ് ചോദിക്കുന്നത്, അതുകൊണ്ടാണ് ചോദ്യം ആവർത്തിക്കുന്നത്. അജിംസെ, നിങ്ങൾ നിൽക്കുന്ന സ്ഥാനം നിങ്ങൾ ഓർമ്മിക്കണം അജിംസെ. അജിംസെ, നിങ്ങളാണിപ്പോ ഞാൻ സംസാരിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ സംസാരിക്കുന്നത് നിങ്ങളാണ്, ഞാനല്ല. നിങ്ങൾ സംസാരിക്കേണ്ട ആളല്ല, ചോദ്യം ചോദിക്കേണ്ട ആളാണ്. ഞാൻ ചോദ്യമാണ് ചോദിക്കുന്നത്. ഞാൻ ചോദ്യം ചോദിക്കുമ്പോൾ അങ്ങ് അസഹിഷ്ണുവാണ്. എന്നെ കൊണ്ട് പറയാൻ അനുവദിക്കണം. അങ്ങ് തന്നെ പറയണം. ഞാൻ ചോദിക്കുന്ന ചോദ്യത്തിന് അങ്ങ് തന്നെ മറുപടി പറയണം. അതെന്ന് പറഞ്ഞ് നിങ്ങൾ എന്നോടല്ലേ ചോദിക്കുന്നുള്ളൂ? ഞാൻ എല്ലാവരോടും ചോദിക്കുന്നുണ്ട്. ഞാൻ ആനന്ദ് കൊച്ചുകൂടിയും ചോദിച്ചു, ഫാറൂഖിനോടൊക്കെ ചോദിച്ചു. എന്നോട് മാത്രം എന്താണ് ചോദ്യം? അങ്ങ് പറയുന്നതിലെ ക്ലാരിറ്റി ഇല്ലായ്മയിലാണ് ഞാൻ ചോദിക്കുന്നത്. അത് ക്ലിയർ ആക്കാൻ വേണ്ടിയാണ്, അല്ലാതെ ചോദിച്ചെന്തോ വിചാരണ ചെയ്യല്ല. ഭയങ്കര ഇപ്പൊ ക്ലാരിറ്റി ഉണ്ടാക്കാൻ എന്തൊരു വ്യഗ്രതയാണ് മീഡിയ വണ്ണിന്. ക്ലാരിറ്റി ഉണ്ടാക്കാൻ വേണ്ടിയല്ലേ മീഡിയ വൺ ശ്രമിക്കുന്നത്. നിങ്ങൾ കേരളത്തിലെ മുസ്ലിങ്ങൾക്കെതിരാണ് LDF CPM അതെന്ത് വർത്താനാണ് പ്രകാശ് മാസ്റ്റർ? അതെന്ത് വർത്താനാണ് പ്രകാശ് മാസ്റ്റർ? ഞാൻ അങ്ങയോട് ചോദ്യവുമായി ബന്ധപ്പെട്ടതേ അല്ല. നിങ്ങളുടെ പാർട്ടിയും പാർട്ടി നേതാക്കളും എടുത്ത നിലപാടിനെ കുറിച്ച് നിങ്ങളോട് ആവർത്തിച്ച് ചോദ്യം ചോദിക്കുമ്പോൾ നിങ്ങൾ അസഹിഷ്ണുവാവുകയാണ്. അത്രേ ഉള്ളൂ, അങ്ങ് പറഞ്ഞോളൂ. അജിംസെ, മീഡിയ വണ്ണിനെ ആർക്കും അറിയാത്തതല്ല. നിങ്ങളെ ആർക്കും അറിയാത്തതല്ല, CPM-നെയും ആർക്കും അറിയാത്തതല്ല. CPM എത്ര കാലം പ്രവർത്തിക്കുന്നതാണ്, അതുകൊണ്ടാണ് ചോദ്യം ഉയരുന്നത്. മീഡിയ വണ്ണിനെ ആർക്കും അറിയാത്തതുപോലെ ഇന്ന് പാർട്ടി സെക്രട്ടറി മീഡിയ വണ്ണിനെ പറ്റി വിശദീകരണം കണ്ടു. അത് ആര് തുടങ്ങിയതാണെന്ന് വിശദീകരണം കണ്ടു. ഞാൻ ചോദിക്കുന്നു, CPM-നെയും എല്ലാവർക്കും അറിയാം, അതുകൊണ്ടാണ് അങ്ങോട്ട് ചോദ്യം ചോദിക്കുന്നത്. അങ്ങേക്ക് അത് വിശദീകരിക്കാം. CPM അറിയുന്നതുകൊണ്ടാണ് നിങ്ങൾ രണ്ടാം കൂടെ കിട്ടിയത്. CPM-നെ അറിയുന്നതുകൊണ്ടാണല്ലോ ഈ കേരളത്തിലെ ചരിത്രത്തിൽ ആദ്യമായിട്ട് മീഡിയ വണ്ണിനെ എല്ലാവർക്കും അറിയാമല്ലേ? CPM-നെ ജനങ്ങൾക്ക് അറിയാവുന്ന പോലെ മീഡിയ വണ്ണിനെയും അറിയാം. ഞാൻ അതുകൊണ്ടാണ് അങ്ങോട്ട് ചോദിക്കുന്നത്. നിങ്ങളുടെ പാർട്ടി നിലപാടുകൾ തന്നെയാണ് നിങ്ങൾ വിശദീകരിക്കേണ്ടത്. അജിംസോട് ഞാൻ ഒറ്റ കാര്യം പറയുന്നുള്ളൂ. അജിംസിനോട് ഞാൻ ഒറ്റ കാര്യം പറയുന്നുള്ളൂ. അജിംസ് രാഷ്ട്രീയക്കാരനല്ല, ആണോ? അല്ലല്ലോ. നിങ്ങൾ ജീവനക്കാരനാണ് സ്ഥാപനത്തിന്റെ. എന്നെ എതിർക്കേണ്ട പണി നിങ്ങൾ എടുക്കണ്ട. അതിനാണ് നിങ്ങൾ രണ്ടുപേരെ കൊണ്ടിരിക്കുന്നത്. അവർ ചോദിക്കട്ടെ, അല്ലാതെ അവർക്ക് വേണ്ടി അജിംസ് ചോദിക്കേണ്ട കാര്യമില്ല. ഞാൻ ചോദ്യം ചോദിക്കാനല്ല ഇവിടെ ഇരിക്കുന്നത്. അപ്പൊ എന്റെ പണി എന്താണ് പ്രകാശ് മാസ്റ്റർ? പ്രകാശ് മാസ്റ്റർ, എന്റെ പണി എന്താണ്? ക്ഷണിച്ചാണ് ഞാൻ വരുന്നത്. അല്ല, ഞാൻ ചോദ്യം ചോദിക്കേണ്ടെങ്കിൽ എന്റെ പണി എന്താണ്? വലിഞ്ഞു കയറി വന്നതല്ല. പ്രകാശ് മാസ്റ്റർ, ഇങ്ങനെ ചൂടാവല്ലേ? ഞാൻ ചോദ്യം പറയും. ഞാൻ ചോദ്യം ചോദിക്കാൻ പാടില്ലെങ്കിൽ പിന്നെ എന്റെ പണി എന്താണ്? ഞാൻ ചൂടാവുന്നതിനാ നിങ്ങൾ ആദ്യം സംസാരിക്കുമ്പോ 8 തവണ ഇടപെട്ടു, ഇപ്പോ 8 10 തവണ ഇടപെട്ടു. എന്ത് ന്യായത്തിന് വിലയാ? ശരി, നിങ്ങൾ ഒരു ചോദ്യം ചോദിച്ചാൽ എനിക്കെതിരായി നിൽക്കുന്ന രാഷ്ട്രീയക്കാരെ പറഞ്ഞ കാര്യത്തിന് മറുപടിയല്ലേ ഞാൻ പറയാ. ശരി, അതിന് പകരം അത് അനുവദിക്കില്ല. മറ്റെന്താണ് ഇതെന്താണ് ഇത്? അത് നിങ്ങൾ ചോദിക്കേണ്ട കാര്യം എന്താ? ഓക്കെ, ഞാൻ അങ്ങനെ ചോദിക്കാൻ പാടില്ല. അങ്ങ് പറയാനുള്ളത് പ്രസംഗിച്ചിട്ട് പോകണം, ഞാൻ അവിടെ കേട്ടിരിക്കണം. അതാണ് അങ്ങയുടെ നിലപാട്. ഓക്കെ, ഞാൻ പറയാം. ഏതായാലും ആ പരിപാടി പറ്റില്ല, അതാണ് പ്രശ്നം. നിങ്ങൾക്ക് പറയാനുള്ളത് പ്രസംഗിക്കാനാണെങ്കിൽ ഈ പരിപാടിയുടെ ആവശ്യമില്ലല്ലോ. അത് പൊതുവെ നടത്തിയാൽ പോരെ ശ്രീ പ്രകാശ് മാസ്റ്റർ. ശ്രീ ആനന്ദ് കൊച്ചുകൂടി. ശരി, ശ്രീ ആനന്ദ് കൊച്ചുകൂടി. ഞാൻ ഒന്നും പറഞ്ഞില്ല. ഞാൻ അങ്ങയോട് ഒരു വിവരവും തന്നില്ല. ഞാൻ പ്രസംഗിച്ചിട്ടുമില്ല. ഞാൻ ചോദ്യം ചോദിക്കുകയായിരുന്നു. അത് ഇനിയും തുടരും. അതിന് എത്ര വിരട്ടിയാലും ആ ചോദ്യം ചോദിക്കൽ തുടരും. പ്രകാശ് മാസ്റ്റർ അസഹിഷ്ണുവാവല്ലേ? നിങ്ങൾ എത്ര വിരട്ടിയാലും ആ ചോദ്യം ചോദിക്കൽ തുടരും. അതിന്റെ പണിയാണ്, ജോലിയാണ്. ഓക്കെ, ശ്രീ ആനന്ദ് കൊച്ചുകൂടി. ഇത്രയും നാരോ മാർജിനിൽ ജയസാധ്യതയുള്ള 3 മുന്നണികൾ മത്സരിക്കുകയാണ്. ഈ വയനാട്ടിലെയും ചേലക്കരയിലെയും പോലെ പോൾ പെർസെന്റേജ് കുറയുന്ന ഒരു സെനാരിയോയിൽ എന്തായിരിക്കും ഉണ്ടാവുക? അല്ല, അത് നമുക്ക് പ്രവചിക്കുക വളരെ ബുദ്ധിമുട്ടാണ്. ഇപ്പൊ ഇവിടെ ഏറ്റവും അവസാനം വേറൊരു നീക്കം BJP നടത്തുന്നത് ഈ ക്രിസ്ത്യൻ വോട്ടുകൾ മുനമ്പം വിഷയത്തിന്റെ പേരിൽ അടിച്ചെടുക്കുക എന്നുള്ളതാണ്. ഇവിടെ നാമമാത്രമായ ക്രിസ്ത്യൻ വോട്ടുകളേ ഉള്ളൂ. 5% പോലും ഇല്ല. 3-4% ക്രിസ്ത്യൻ വോട്ടേ ഉള്ളൂ. ആ വോട്ടുകൾ വരെ പാലക്കാട് ബിഷപ്പിനെ മുനമ്പത്ത് കൊണ്ടുപോയി ഇവിടെ മത്സരിക്കുന്ന കൃഷ്ണകുമാറിന് മുനമ്പവുമായിട്ട് എന്ത് ബന്ധം? ഒരു ബന്ധവുമില്ലാതെ കൃഷ്ണകുമാർ മുനമ്പത്ത് എന്ന് അവിടെ ഒരു ഞായറാഴ്ച ചെന്ന് പറ്റാവുന്ന കുത്തിത്തിരിപ്പൊക്കെ ഉണ്ടാക്കി തിരിച്ചു വന്നു. ബിഷപ്പുമാരെ ഓപ്പറേറ്റ് ചെയ്യാൻ ജോർജ് കുര്യൻ ഇവിടെ ക്രിസ്ത്യൻ സ്ഥാപനങ്ങൾ കയറി ഇറങ്ങുകയാണ്. അപ്പോൾ കിട്ടാവുന്ന ഒരു 2000 വോട്ടെങ്കിലും മറിക്കാൻ പറ്റുമെങ്കിൽ ക്രിസ്ത്യൻ വോട്ടെങ്കിലും മറിക്കാൻ പറ്റുമെന്ന് BJP ശ്രമിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് CPM ഇവിടെ BJPക്ക് പരസ്പര പൂരകമായ അല്ലെങ്കിൽ BJPയെ സഹായിക്കുന്ന രീതിയിൽ ഇവിടെ തങ്ങളെയും കോൺഗ്രസിനെയും UDF-നെയും ഒക്കെ വർഗീയ പാർട്ടികളായി അല്ലെങ്കിൽ അങ്ങനെ ജമാഅത്തെ ഇസ്ലാമി SDPI എന്നൊക്കെ കൂട്ടിച്ചേർത്ത് പറഞ്ഞ് മൊത്തത്തിൽ ഒരു കൺഫ്യൂഷൻ ഉണ്ടാക്കാൻ നോക്കുന്നത്. അതായത്
ഒരു വശത്ത് നിന്ന് ക്രിസ്ത്യൻ വോട്ടുകൾ BJP അടിച്ചെടുക്കാൻ നോക്കുന്നു, പരമാവധി ഹിന്ദു വോട്ടുകൾ അത് BJPക്ക് പൊക്കോട്ടെ, അല്ലെങ്കിൽ അങ്ങനെ ഒരു രീതിയിൽ CPM ഇവിടെ പല അതേ കാര്യങ്ങൾ ചെയ്യുന്നു. എന്നാൽ മറുവശത്ത് ഇവിടെ ന്യൂനപക്ഷം മുസ്ലിം വോട്ടുകൾ കിട്ടാൻ CPM വേറെ തന്ത്രം പ്രയോഗിക്കുന്നു. CPM ഈ മെസ്സേജിങ്ങിൽ വളരെ അഗ്രഗണ്യരാണ്. അതായത് 2021 ഇലക്ഷനിൽ ഇവിടെ മലബാറിൽ അവർ പൗരത്വ ഭേദഗതി വിഷയം ഒരു വിഷയമാക്കിയപ്പോൾ, നിയമം വിഷയമാക്കിയപ്പോൾ അവർ മധ്യ കേരളത്തിൽ കുഞ്ഞാലിക്കുട്ടി മുഖ്യമന്ത്രിയാകുന്നു എന്ന് പറഞ്ഞിട്ടാണ് ക്യാമ്പയിൻ നടത്തിയത്. പ്രത്യേകിച്ചും ഞങ്ങളുടെയൊക്കെ നാട്ടിൽ, അജിംസിൻ്റെയും നാടാണ്, അല്ലെങ്കിൽ കോട്ടയത്ത് ഒക്കെ ഇതാണ് പ്രചരണം. അപ്പോൾ അതുപോലെയുള്ള മെസ്സേജിംഗ് ആണ് ഇവിടെ പോലും ശ്രമിക്കുന്നത്. മുസ്ലിം ഭൂരിപക്ഷമുള്ള സ്ഥലങ്ങളിൽ പോയി ഒന്ന് പ്രസംഗിക്കും, ഹിന്ദു ഭൂരിപക്ഷമുള്ള സ്ഥലങ്ങളിൽ പോയി മറ്റൊന്ന് പ്രസംഗിക്കും. അപ്പോൾ പരമാവധി എങ്ങനെയാണ് അവരുടെ സ്വന്തം വോട്ടുകൾ കൂട്ടാൻ നോക്കുന്നതിനേക്കാൾ ഉപരി ഇവിടെ UDF തോൽക്കുക, അവർ 2ാം സ്ഥാനത്തെങ്കിലും വരാൻ പറ്റുമോ എന്ന് ശ്രമിക്കുക എന്നുള്ള ഒരു പരീക്ഷണമാണ് CPM ഇവിടെ നടത്തുന്നത്. ശ്രീ പ്രകാശൻ മാസ്റ്റർ, അദ്ദേഹം മുതിർന്ന നേതാവാണ്, പക്ഷേ അദ്ദേഹം പറഞ്ഞ 1-2 കാര്യങ്ങൾ, അതായത് അദ്ദേഹം പറഞ്ഞു അദ്ദേഹം പറഞ്ഞ ഒരു കാര്യം, ഈ പിണറായി വിജയൻ എപ്പോഴെങ്കിലും വർഗീയമായിട്ടുള്ള പരാമർശങ്ങൾ നടത്തിയിട്ടുണ്ടോ എന്നൊക്കെ അദ്ദേഹം ചോദിക്കുന്നു. ഇവിടെ ആലുവ ഒരു സ്വതന്ത്ര റിപ്പബ്ലിക് ആണോ എന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ചോദിച്ചിട്ടുണ്ട്. മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇവിടെ അധികാരത്തിൽ വരുമ്പോൾ തന്നെ രമൺ ശ്രീവാസ്തവയെ പോലീസ് ഉപദേശകനായിട്ട് വെച്ചിട്ടാണ് ഇവിടെ അദ്ദേഹത്തിൻ്റെ ഭരണം ആദ്യ ടേമിൽ തന്നെ തുടങ്ങിയത്. ഇവിടെ പാലക്കാടാണ് ഞാൻ ഇരിക്കുന്നത്, ഇവിടെ പുതുപ്പള്ളി തെരുവുണ്ട്, ഇവിടെ സിറാജ് ജുനിസ എന്നൊരു ബാലികയെ എങ്ങനെയാണ് മരണപ്പെട്ടത്, അന്ന് ഈ രമൺ ശ്രീവാസ്തവ എന്ത് വാക്കാണ് ഇവിടുത്തെ ന്യൂനപക്ഷങ്ങളെ അധിക്ഷേപിക്കാൻ ഉപയോഗിച്ചത് എന്നൊക്കെ ഒരു വേള മുഖ്യമന്ത്രി പിണറായി വിജയൻ അറിയാത്തതാണോ, അദ്ദേഹം ആലോചിക്കാത്തതാണോ? ഈ ന്യൂനപക്ഷ സ്നേഹം കാണിക്കുന്ന പിണറായി വിജയൻ അവരുടെ രക്ഷകരായിട്ട് അവതരിക്കുന്ന CPM-കാർ അവർക്ക് തരം കിട്ടുമ്പോഴൊക്കെ അവരെങ്ങനെയാണ്? പിന്നെ അദ്ദേഹം പ്രകാശൻ മാസ്റ്റർ CH മുഹമ്മദ് കോയയുടെ കാര്യം പറഞ്ഞു. CHന്റെ കാലത്ത് ഇങ്ങനെ ആയിരുന്നില്ല. പണ്ട് തലശ്ശേരി ലൈറ്റ് ഹൗസിൽ CH ആഭ്യന്തരമന്ത്രിയായിരുന്നപ്പോൾ അദ്ദേഹത്തെ കൊല്ലാൻ നോക്കിയിട്ടുണ്ട് CPM-കാർ. ഇതിന് ചരിത്രമുണ്ട്, MC വടകര എഴുതിയിട്ടുണ്ട്. അന്ന് ആഭ്യന്തരമന്ത്രിയായിരുന്ന CHനെ കൊല്ലാൻ. അപ്പോൾ CPM-കാർ അന്ന് EMS ഒക്കെ പറഞ്ഞു അയാൾ CPM-കാരനല്ല, പിന്നീട് അയാൾ CPM-കാരനാണ് എന്ന് പുറത്ത് തെളിവ് വന്നു. ഇതൊക്കെ അന്ന് CPM ഇതേ അടവെടുത്തു. അതായത് ലീഗ് മുതലാളിമാരുടെ പാർട്ടിയാണെന്ന് അന്ന് EMS ആണ് പറഞ്ഞത്. അതേ EMSന്റെ വാക്കുകൾ കടമെടുത്താണ് ഇപ്പോൾ CPM പറയുന്നത് ലീഗ് മുതലാളിമാരുടെ പാർട്ടിയാണെന്ന്. എന്നിട്ട് തങ്ങളെ ഒരു വർഗീയവാദിയാക്കാൻ നോക്കുന്നു. ഇവിടെ നമ്മൾ CPM-ന്റെ അടവ് മാത്രം എന്നുള്ളതും സത്യമാണ്. ഏതായാലും രാഷ്ട്രീയ നിലപാടുകൾ, ആരോപണങ്ങൾ, മറ്റു പാർട്ടികളെ കുറിച്ചുള്ള നിലപാടുകളിൽ മാറ്റം വരുന്നുണ്ട് പല ഘട്ടങ്ങളിൽ എന്നുള്ളതും തർക്കമില്ല. എന്തായാലും എന്താകും ഈ വോട്ടെടുപ്പ് ദിവസം ജനങ്ങളുടെ മനസ്സിലുണ്ടാവുക എന്നുള്ളതാണ് വളരെ പ്രധാനം. വളരെ നന്ദി ശ്രീ ഫാറൂഖ്, ശ്രീ ആനന്ദ് കൊച്ചുകൂടി, ശ്രീ പ്രകാശൻ മാസ്റ്റർ, ഇത്രയും സംസാരിച്ചു.